اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني فسبحان الله وما أنا من المشركين. വേദിയിലുള്ള സലഫി കൂട്ടായ്മകളുടെ സാരഥികളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഒരു സുന്നത്ത് പൂർത്തീകരിച്ചുകൊണ്ട് തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മുന്നിലുള്ള ഗ്യാപ്പാണ് ഫില്ല് ചെയ്താൽ ഉണ്ടാവും സീറ്റിന്റെ. പുറകിലുള്ളവരാണ് കയറിയാലും മതി, അത്യാവശ്യം പുറത്ത് നിൽക്കേണ്ടവരല്ലാത്തവര്. നമ്മള് ഒരു പ്രവാചക ചര്യകൾ നടപ്പിലാക്കണം എന്ന് പറയുന്നവർ എന്ന നിലക്ക് ഇസ്ലാമിക സദസ്സുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചില പ്രത്യേകതകളുണ്ട്. ആ ശബ്ദം ഇസ്ലാമിക സദസ്സുകൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ഒരു രീതി ഉണ്ട്. എനിക്ക് പ്രസംഗത്തിന് ആവശ്യം കിട്ടാനല്ല ഞാൻ എന്തിന് കയറ്റിയിരുത്തുന്നത്. എനിക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പറയുന്ന ഒരു പറച്ചിൽ എന്ത് ചെയ്യും, ഞാൻ പറയും. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നന്നാവില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണിശമായി ഈ കാര്യം അദ്ദേഹത്തിന്റെ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് റസൂലുള്ള മതമായി പഠിപ്പിക്കണമെങ്കിൽ അത് ആകാശത്തുനിന്ന് വന്നതാണ്. അപ്പോഴേ റസൂലുള്ള അങ്ങനെ പറയുള്ളൂ. ആരെങ്കിലും ദീന് പഠിക്കുന്ന സദസ്സിന്റെ ഏറ്റവും മുന്നിലേക്ക് വന്നാൽ ആ ഏറ്റവും മുന്നിലിരിക്കുന്നവർ അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കും. അതിൽ മടി കാണിക്കുന്നവരോട് അല്ലാഹു മടി കാണിക്കും. അത് അവഗണിക്കുന്നവരെ അല്ലാഹു അവഗണിക്കും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ചെറിയ സംഭവം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് വഹിയാണ്. അതുകൊണ്ട് ഇവിടെയും കൂടിയും പൂർത്തീകരിക്കുക. നേരെ മുന്നിൽ കയറുന്നത് കുറച്ചൊന്നും ഇങ്ങനെ ഇറങ്ങി വരൊക്കെ വേണ്ടിയിരുന്നാലും വേണ്ടില്ല. ഇരിക്കുന്നവരങ്ങനെ കയറിയിരുന്നാൽ മതി. ഇവിടെ ഇഷ്ടംപോലെ ഫാനുണ്ട്. എന്തിനാ പുറത്തേക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കുറച്ചാൾ പുറത്തുണ്ടെന്നാണ് കേൾക്കണത്. സ്ത്രീകളുടെ ഭാഗത്തും നല്ലൊരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കുക. അത് ഇൽമു പഠിക്കുന്ന സദസ്സിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യം സ്വീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ മനസ്സിലാകാനുള്ള വലിയ തൗഫീഖാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പ്രവാചകൻ അടക്കം മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് എഴുത്തറിയില്ല, വായന അറിയില്ല, ഒന്നും അറിയില്ല. അതായത് എഴുത്തറിയുന്ന സ്വഹാബികൾ എത്ര പേരുണ്ടെന്നുള്ളത് ചരിത്രത്തിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ അവിടെ പഠിപ്പിക്കപ്പെട്ട എല്ലാ കാര്യവും കൃത്യമായി നമ്മുടെ അടുത്തേക്ക് എത്തി. എങ്ങനെ എത്തി? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ സംസാരം ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് രണ്ടാമത് കേൾക്കാം, അല്ലെങ്കിൽ കുറിച്ചെടുക്കുക. ഇതൊന്നും അവർക്ക് അങ്ങനത്തെ ഒരു സൗകര്യമല്ല. അങ്ങനത്തെ ഒരു സൗകര്യമില്ലാത്ത കാലത്തും അവർക്ക് ഇത് തലമുറകൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റിയത് ഇൽമിന്റെ സദസ്സിലുണ്ടായ ബർക്കത്ത് തന്നെയാണ്. അവർ പറഞ്ഞു, ഒരു പക്ഷി ഞങ്ങളുടെ തലയിൽ വന്നിരുന്നാൽ ആ പക്ഷിക്ക് അവിടെ അതുദ്ദേശിക്കുന്ന അത്ര സമയം ഇരിക്കാൻ മാത്രം സൈലന്റായി അച്ചടക്കത്തോടുകൂടെ ഞങ്ങൾ ഇരുന്നിരുന്നു എന്നാണ്. ഒരാൾ തീരുമാനിച്ചാൽ നടക്കൂല. ഈ സദസ്സിലൊരു കാക്കയോ അല്ലെങ്കിൽ ഒരു പ്രാവോ ഒരാളെ തലയിൽ വന്നിരുന്നാല് ഒരാൾ തീരുമാനിച്ചാൽ മാത്രം നടക്കൂല, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ നിർബന്ധമായും പാലിക്കണം. ഞാൻ വേറെ ആമുഖങ്ങളില്ലാതെ അതിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ കുറച്ച് പേരോടെ അവിടെ ഫില്ല് ചെയ്യാനുണ്ട്. അവിടെ ഇരിക്കുന്ന ആളുകളാണ് കയറിയിരുന്നത്. അത് കഴിഞ്ഞിട്ടേ ഞാൻ തുടങ്ങുള്ളൂ. ഞാൻ എണീപ്പിച്ചിരുത്തണ മുതിർന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഞാനിവിടെ ഒരു ഉസ്താദിന്റെ റോളിലുള്ളത്. താഴത്താരുണ്ടെന്നാണ് പറയുന്നത്. താഴത്തുള്ളവരും കയറിയിരിക്കും. അല്ല, സോർമാലിന്റെ ഭാഷ പറഞ്ഞാൽ നല്ല മയക്കുഗുളിക കഴിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. ഞാൻ ആ മയക്കുഗുളിക കുറച്ച് കഴിച്ചു. ഞാൻ ഭക്ഷണം അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കഴിച്ചിട്ട് പോകുന്നത്. അതെന്തിനാ കഴിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങിയാലേ ഇവിടെ നിന്ന് എനിക്ക് ഉറങ്ങാൻ. അതിന് വേണ്ടി തന്നെയാണ്.
വളരെ ശക്തമായ തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. മൊത്തം ശക്തമായ തീരുമാനം എടുക്കുന്ന കാലമാണ്. അതുകൊണ്ട് അവിടെ ഏതൊരു ചോപ്പ് കാണുന്നുണ്ട്, പിന്നെ അതുകൊണ്ട് ഫില്ല് ചെയ്തല്ലേ, പ്രശ്നമല്ല. ബാക്കെന്ന് വന്നാൽ മതി. ബാക്കെന്ന് മുതിർന്നവരോടല്ല ഞാൻ പറയണത്, ചെറുപ്പക്കാരോടാണ് ഞാൻ പറയണത്. എനിക്കുള്ളൊരു പ്രശ്നം ഇവിടെ പലരും ചെറുപ്പക്കാരെ മുഴുവൻ പേര് എനിക്കറിയും. ഞാൻ ഇവിടുന്ന് പേര് വിളിക്കലോടുന്നു. എന്നിട്ട് കയറുന്ന എന്നല്ലേ സ്വഭാവ ദൂഷ്യമുണ്ട് എനിക്ക്. ഇങ്ങനെ ഒന്ന് രണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീനയിലെ തന്റെ സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിനെ ആസ്പദമാക്കിയാണ് എന്റെ സംഭാഷണം, എന്റെ സംസാരം, എനിക്ക് തന്ന വിഷയം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും മികച്ച അധ്യാപകനായിരുന്നു. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിലെ പഠിപ്പിക്കൽ അധ്യാപനം എന്ന് പറയുന്നത് എന്താണ്? കേട്ടെഴുത്തും പദ്യം കാണാതെ പഠിക്കലും ചൂരലും അടി ഇടിയൊക്കെയാണ്. പക്ഷെ എന്നുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അധ്യാപകനാണെങ്കിൽ വടിയെടുത്താൽ ചിലപ്പോൾ കുട്ടി പറയും, സാറേ ഞാൻ കംപ്ലൈന്റ് ചെയ്ത പ്രശ്നമാവും, വടി എടുക്കണ്ട എന്നൊക്കെ നിർദ്ദേശം ഉണ്ടല്ലോ എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യും, തമാശക്കെങ്കിലും നമ്മളെടുത്ത് കുട്ടികൾ പറയും. എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് സെന്റേർഡ് ടീച്ചിങ്, വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള അധ്യാപനം നമ്മളും നമ്മളെ സർക്കാർ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ വളരെ മനോഹരമായി ഉപയോഗപ്പെടുത്തി തനിക്ക് കൈമാറാനുള്ള ആശയത്തെ ശക്തമായി കൈമാറിയതാണ് ചരിത്രം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന ആയത്തിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത് ചിത്രം വരച്ചിട്ടാണ്. റസൂലുള്ളാഹി ഒരു നേർരേഖ ഇങ്ങനെ വരച്ചു, എന്നിട്ട് ആയത്തോതി. നമുക്കറിയാത്ത ഹദീസല്ല, ആയത്തും ചിലപ്പോൾ ചില ആളുകൾക്ക് ചുണ്ടിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി ഫസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ. ഖുൽ നബി അങ്ങ് പറയുക, ഹാദിഹി സബീലി ഇതാണ് എന്റെ മാർഗം, അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി ഞാനും എന്നെ പിൻപറ്റുന്നവരും ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ ഉൾക്കാഴ്ചയോട് കൂടെ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അല്ലാഹു അത്ര പരിശുദ്ധനാണ്, ഞാൻ ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ പെട്ടവനല്ല. ഇത് നബി ഇങ്ങനെ സ്വഹാബത്ത് കണ്ണു തുറപ്പിച്ച് നിശ്വാസം പോലും നിശ്ചലമാക്കി ഈ ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്റെ മാർഗം. എന്നിട്ട് റസൂലുള്ളാഹി അതിന്റെ രണ്ട് ഭാഗത്തേക്കും വേറെയും കുറെ വരട്ടു. അതൊക്കെ സ്വഹാബത്ത് ഇങ്ങനെ കൗതുകത്തോടുകൂടെ, ചെറിയൊരു കുട്ടി അധ്യാപകൻ ബോർഡ് എഴുതുന്നതും അധ്യാപകൻ പൂവ് വരക്കണതും ഒക്കെ കാണുന്നത് പോലെ സ്വഹാബത്ത് ഇങ്ങനെ കാണാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഫീ കുല്ലി സബീലിൻ ശൈത്വാനുൻ യദ്ഉ ഇലൈഹി നേർരേഖയുടെ സമാനമായി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ വരച്ച വേറെ കുറെ വരകളുണ്ട്. ആ വരകളിലെല്ലാം പിശാചിരിക്കുന്നുണ്ട്, അവൻ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. നിങ്ങളത് സൂക്ഷിക്കണം. നിങ്ങൾക്ക് മോക്ഷത്തിലേക്കുള്ള നേർമാർഗം ഇതാണ്, നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള യഥാർത്ഥ വഴി ഞാൻ ഈ വരച്ചതാണ്, നിങ്ങളെ രക്ഷിക്കുന്ന വഴി ഇതാണ്. ഇനി ഈ റൂട്ടിലൂടെ പോകുന്ന നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി രണ്ടു ഭാഗത്തുനിന്നും രണ്ടു ഭാഗത്തേക്കും കുറെ വഴിയുണ്ട്. നിങ്ങൾ പോകുന്ന ഓരോ ജംഗ്ഷനുകളിലും നിങ്ങളെ വഴിതെറ്റിക്കാൻ ആളിരിക്കുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ള വിഷയം എന്താ അറിയോ? നമുക്ക് ആലോചിക്കാനുള്ള, എന്റെ സംസാരത്തിനൊരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ നമ്മളോട് ജീവിതത്തിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നോ, പടച്ചോനെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ച ആ ഒരു സ്ട്രൈറ്റ് റൂട്ടിലൂടെയാണോ പോകുന്നത്? അല്ല, വെറുതെ നമ്മൾ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയണം. എന്നോടാണ് ഞാൻ ആദ്യം പറയണത്. നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കലുണ്ട്, ടെൻഷൻ അടിക്കലുണ്ട്, അല്ലേ? 5 മണിക്ക് മോൻ വരുന്ന ബസ് പിന്നെ കൊല്ലത്ത് ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് കേട്ടാൽ നമ്മൾ ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് കുതിച്ച് ചെല്ലാണ്.
5 മണിക്ക് സ്ഥിരം മോന് വരുന്ന PKD ലക്ഷാണ് എന്ത് ചെയ്തത്, അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പഠിച്ചോനെ മോൻ അതിലുണ്ടാവോ, നമുക്ക് ടെൻഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമ്മളെ കയ്യിൽ കിട്ടിയ 500 രൂപന്റെ നോട്ട് അത് കള്ളനോട്ടാണോ അല്ലേ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ട്. ബസ് കയറിന്റെ ശേഷം മൊബൈൽ കാണാനല്ല, ഭയങ്കര തെരച്ചിൽ, നമ്മൾ തെരഞ്ഞ് അല്ലെ കാണുന്നില്ല, നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട് വേറെ പല കാര്യങ്ങൾക്കും. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ച നേർരേഖയിലാണോ ഞാൻ, അതല്ല നേർരേഖയിലൂടെയുള്ള യാത്രക്കിടയിൽ എന്റെ റൂട്ട് തെറ്റിയിരുന്നോ എന്ന് ആലോചിക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനത്തെ ക്യാമ്പുകളിൽ വരുന്നത്, ഖുതുബക്ക് പോകുന്നത്, ഇങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യുന്നത് എന്തിനാ? ഇത്തരം സംഗതികളൊക്കെ ചെയ്യുന്നത് സത്യത്തിൽ അത് വിലയിരുത്താനും അത് അപഗ്രഥിക്കാനും ശരിതെറ്റുകൾ തീരുമാനിക്കാനും അതനുസരിച്ച് തീരുമാനം എടുക്കാനും വേണ്ടിയാണ്. നമ്മള് എന്താ പറയാ, ജാരത്തിന് പോണ ആൾക്കാരെ കാണുന്നുണ്ട്, കയ്യിൽ ഏലസ് കെട്ടിയവരെ കാണുന്നുണ്ട്, കൊയിലാണ്ടി ബസ് സ്റ്റാൻഡില് വെള്ളടിച്ച് കിടക്കണ മനുഷ്യനെ കാണുന്നുണ്ട്, അതല്ലെങ്കിൽ ഡൈവോഴ്സ്ഡായി കുടുംബത്തെ തൊലാക്ക് ചൊല്ലി പോണ ആൾക്കാരെ കാണുന്നുണ്ട്, വ്യഭിചാരശാലകളിലേക്ക് പോണവരെ കാണുന്നുണ്ട്, പലിശക്ക് എടുക്കണവരെ കാണുന്നുണ്ട്. നമുക്ക് ഉറപ്പാണ് ഓരൊക്കെ ഈ റൂട്ട് തെറ്റിയിട്ടുണ്ട്, ഉറപ്പല്ലേ? നമുക്ക് 100% ഉറപ്പാണ്. കാരണം എന്താ, അത് സ്ട്രൈറ്റ് റൂട്ടല്ല കള്ളുടിക്കാൻ തരുന്നത്, വ്യഭിചരിക്കാൻ തരുന്ന സ്ട്രൈറ്റ് റൂട്ടല്ല, ഇതൊന്നും യഥാർത്ഥ റൂട്ടല്ല. ഇതൊക്കെ യഥാർത്ഥ റൂട്ടിൽ നിന്നുള്ള വ്യതിയാനമാണ്, വ്യതിചലനമാണ്. നമ്മളെ നുള്ളിപ്പെറുക്കി പരിശോധിക്കേണ്ട എന്തറിയോ, എനിക്ക് അങ്ങനെ എന്തൊക്കെ അതിൽ പറ്റിയിട്ടുണ്ടാവുന്നതാണ്, വ്യക്തിപരമായി എനിക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ടാവുന്നതാണ്. ശൈത്താന് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയവനാണ്. അവൻ പറഞ്ഞത്, പഠിച്ചോനെ എനിക്ക് നീ ഖിയാമത്ത് നാൾ വരെ, അന്ത്യദിനം വരെയുള്ള സമയം തരണം, നിന്റെ അടിമകളെ വഴിതെറ്റിക്കും ഞാൻ, ഏതെങ്കിലും നിലക്കൊരു വഴിതെറ്റിക്കും എന്നാണ്. അല്ലെ, ഏതെങ്കിലും നിലക്ക് വഴിതെറ്റിക്കുന്നതാണ്. തൗഹീദൊക്കെ പക്ക ക്ലിയർ ആയ ഒരാള്, 100% തൗഹീദ് ക്ലിയർ ആയ ഒരാള്, ചിലപ്പോൾ അയാൾക്ക് പ്രവാചകചര്യന്റെ കാര്യത്തിൽ ഒരു കണിഷ്ഠത ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥിന്റെ കാര്യത്തിലൊന്നും അങ്ങനെ ഒരു കണിഷ്ഠത ഉണ്ടാവില്ല. അയാളെ കൈ പയറ്റത്തായിരിക്കും, അല്ലെങ്കിൽ അയാൾ കുനൂത്ത് തോന്നുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ മോളെ കെട്ടിച്ച വീട്ടിൽ ചെന്നപ്പോ അമ്മോസന്റെ ആണ്ടിന്റെ അന്ന് അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം, അല്ലെങ്കിൽ 3ന്റെ അന്ന് അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം, അതിപ്പോ ഒരു ഗ്ലാസ് അല്ലേ, അതിപ്പോ ഞാൻ കുടിച്ചില്ലെങ്കിൽ ക്ഷീണാണ്. അല്ലെങ്കിൽ ഞാനൊരു പൊതുപ്രവർത്തകനാണ്, പൊതുപ്രവർത്തകൻ എന്നുള്ളവർക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ പോവുകയായിരുന്നു. നമ്മളിങ്ങനെ പോകുമ്പോ പൊതുപ്രവർത്തകൻ എന്ന നമ്മുടെ വികാരത്തെ ശൈത്താൻ മെല്ലെയാണ് കത്തിച്ചിട്ട് അത് കുടിച്ചലാണ്. കുടിച്ചിട്ടില്ലെങ്കിൽ വോട്ടും ചോദിച്ചു ചെല്ലണ പ്രശ്നമൊന്നുമില്ല, വോട്ടും ചോദിച്ചു ചെല്ലുന്ന കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ മനസ്സിൽ അതുകൊണ്ട് പർവ്വതീകരിച്ച് പേടിപ്പിച്ച് ബേജാറാക്കി എന്ത് ചെയ്യുന്നറിയോ, മെല്ലെ നമ്മളിങ്ങനെ പോണ വഴിയിൽ നമ്മൾ മറ്റേ വഴിക്കേണ്ട ഇറങ്ങും. അല്ലെങ്കിൽ അതൊക്കെ ക്ലിയറാണ്. തഹജ്ജുദ് വരെ നിസ്കരിക്കുന്ന ആളാണ്, പക്ഷെ സക്കാത്ത് കൊടുക്കൂല. സക്കാത്ത് കൊടുക്കും, എന്തെങ്കിലുമൊക്കെ കൊടുക്കും. സക്കാത്ത് കൊടുക്കണം എന്നല്ല ഇസ്ലാം പറഞ്ഞത്. ഇസ്ലാമിൽ എവിടെയും സക്കാത്ത് കൊടുക്കണം എന്നില്ല. ഉണ്ടോ? ഞാൻ പറയണ ഇസ്ലാമിൽ സക്കാത്ത് കൊടുക്കണം എന്നില്ല. ഇസ്ലാമിലുള്ളത് അവകാശപ്പെട്ട സ്വത്ത് കണക്കുകൂട്ടി കൃത്യമാക്കി കൊടുക്കണം എന്നാണ്. എന്തെങ്കിലും കൊടുത്താൽ പോരാ, കണക്കുകൂട്ടി കൃത്യമാക്കി 2.5% ഒരു ഫിൽസ് പോലും ഇവിടെ അല്ലാതെ അനാഥയുടെ, അഗതിയുടെ, വിധവയുടെ, കിഡ്നി രോഗിയുടെ, ക്യാൻസർ രോഗിയുടെ ഇഞ്ചക്ഷന്റെ പൈസ കൊണ്ട് ഇത് റിയൽ എസ്റ്റേറ്റ് നടത്തേണ്ടതാണ് ഇസ്ലാം പറഞ്ഞത്. മനസ്സിലായില്ല? അല്ലെങ്കിൽ ക്യാൻസർ രോഗിയുടെ കീമോ ട്രീറ്റ്മെന്റിന്റെ ക്യാഷ് കൊണ്ട് നീ എന്ത് ചെയ്യണ്ട, നിന്റെ വീട്ടിൽ പുല്ല് വതക്കണ്ട, നിന്റെ മോനെ ജീൻസ് എടുക്കണ്ട എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അവിടെ അവന് പഴക്കും. തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ആളാണ്. ഈ റൂട്ട് കൂടെ അങ്ങനെ പോകുമ്പോ ശൈത്താൻ എല്ലാം പിടിച്ചുകൊണ്ട് ഇറക്കും. അതിപ്പോ കിട്ടാകടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കാം. അടുത്ത ജൂണിൽ കൊടുക്കാം. മാർച്ച് 10 ഫൈനാൻഷ്യൽ ക്ലോസിംഗ് ഇയർ എന്നുള്ളവർക്ക് ഇപ്പൊ കഴിയൂല, നമുക്ക് അടുത്തതാണ് കൊടുക്കാം. റമളാനിൽ ഇപ്പൊ കുറച്ച് ടൈറ്റുള്ള സമയമാണ്, പിന്നെ കൊടുക്കാം. അവസാനം ഇതൊക്കെ കൂടെ കണക്കൂട്ടി നോക്കുമ്പോ ശരിക്കും ഇപ്പൊ നമ്മളൊക്കെ ഒന്നൊന്ന് പോയിട്ട് പെരിയിൽ പോയിട്ട് ഭാര്യന്റെ സ്വർണത്തിന്റെ നമ്മളെ മൊത്തത്തിലുള്ള സംഗതിന്റെ ഒക്കെ ഒരു കണക്കെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കൊടുക്കാനുണ്ടാവും. ഇല്ലാത്തവർ വളരെ റയറായിരിക്കും, അല്ലേ? ഇല്ലാത്തവർ വളരെ റയറായിരിക്കും. ഞാൻ സക്കാത്ത് എന്നുള്ള വിഷയം പറയല്ല, ശൈത്താൻ പറ്റിക്കണ കോലാണ് ഞാൻ പറയണം. ഇതിലൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും, എന്നാലോ ചിലപ്പോൾ ലൈംഗിക രംഗത്ത് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെയുണ്ട്, വഴിതെറ്റിപ്പോവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിത്രം വരച്ച് പഠിപ്പിച്ച റൂട്ടിലൂടെ പോകണമെങ്കിൽ വലിയ പ്രയാസമാണ്. അതിന് വേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ റൂട്ടിലൂടെ നമുക്ക് പോകാൻ വേണ്ട ഒരു 4-5 കാര്യങ്ങൾ.
അതിലേറ്റവും ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഏറ്റവും ഒന്നാമത്തെ കാര്യം ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. പടച്ചോനെ, എന്നെ നീ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ, എന്നെ നീ സത്യമാർഗത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ പടച്ചോനെ എന്നുള്ള ആത്മാർത്ഥമായ ദുആ. സുഹൃത്തുക്കളെ, എങ്ങനെ അറിയോ ആ ദുആ? ആ ദുആന്റെ റേഞ്ച് എന്താ നിങ്ങള്? അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. നമ്മളെ മോനെ ഒരു ആക്സിഡന്റ് പെട്ടിട്ട് അവനെ വാരി വലിച്ചെടുത്ത് ഒരു ഓട്ടോറിക്ഷയില് ആണ് കൊണ്ടുപോയിട്ടുണ്ട്, ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടുന്ന് പറഞ്ഞു മിംസിലേക്ക് ഇവിടുന്ന് പിന്നെ മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ പോരുന്ന ഒരു ആംബുലൻസ് ആണ് പോണുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ ബൈക്കിൽ പോരുന്ന പോരലിൽ കണ്ട ആംബുലൻസിൽ പഠിച്ചോൻ എന്റെ മോനായിരിക്കും. കുറെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ വരികയാണ്. ആ മോനെ നമുക്ക് കിട്ടിയതും അവനെ നമ്മൾ വളർത്തിയതും ജീവിതത്തിലെ അവന് വേണ്ടി കണ്ട സ്വപ്നങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് വരികയാണ് അല്ലേ? പിന്നെ ഒരു ടാക്സി പിടിച്ചിട്ട് ടാക്സിന്റെ സൈഡ് സീറ്റിലിരുന്ന് ആ കാറ്റ് മുഖത്തേക്ക് വന്നിങ്ങനെ അടിക്കുമ്പോ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ മനസ്സൊന്ന് പോണൊരു ദുആ അല്ലേ? അല്ലെങ്കിൽ ഐസിയുവിന്റെ എത്തിരി പോകുന്ന ഹോൾസിലൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കി ശരീരത്തിൽ രക്തം വാർന്നു കിടക്കുന്ന മോനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രാർത്ഥനല്ലേ? ആ പ്രാർത്ഥന എല്ലാ ദിവസവും 5 വക്തിലും വരേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ വിഷയത്തിൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. അത് പഠിക്കാത്ത ഒരാളും ഈ ക്യാമ്പിനെ കുറിച്ച് ഭയങ്കര ക്യാമ്പയിനും എന്താണ് ഒരു ആരിസ് ബിൻ സലീമിന്റെ ഒക്കെ ക്ലാസ് എന്ന് പറയാൻ നിൽക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നു. ആദ്യം നമുക്ക് അറിയില്ലെങ്കിൽ എഴുതിയിട്ട് പേപ്പറിലിട്ടിട്ട് പോക്കറ്റിലിടുക, എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ചെല്ലുക. അപ്പുറത്തേക്ക് ആള് ചിലപ്പോൾ ചോദിക്കും, സംഗതി ഇപ്പൊ നമ്മളെ ഭയങ്കര കാണല്ലോ, എന്നിട്ട് ഈ ഇതൊന്നും അറിയില്ലെന്ന് ചിലപ്പോൾ ചിന്തിക്കും. ഒരു നഷ്ടം നമുക്കില്ല. ആ ജാതി കോംപ്ലക്സ് ഒക്കെ നമ്മൾ എടുത്ത് പുറത്തേക്ക് എടുത്തേക്കുക. എന്നിട്ട് നമ്മൾ ആലോചിക്കുക, എന്താ പറയുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലെങ്കിൽ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. എന്താണ് ആ ദുആന്റെ അർത്ഥം? അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നീ നിന്റെ മാർഗത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ പടച്ചോനെ എന്നാണ്. ഒരുറപ്പില്ല. ഇവിടെ ആർക്കാണ് ഉറപ്പ്? ഞാൻ എന്തായാലും ഹിദായത്തിൽ തന്നെ ആയിരിക്കും, മരിക്കുന്നത് വരെ അങ്ങനെ ആയിരിക്കും. വാപ്പേണിയും ഇവിടുത്തെ പള്ളിന്റെ സ്ഥലം കൊടുത്ത ആള് മാത്രല്ല, ഓരൊക്കെ നിങ്ങൾക്ക് അറിയോ, ഓരൊക്കെ വീട് നമ്മളെ വാപ്പാനൊക്കെ പണ്ട് അങ്ങനെ ആക്കിയിട്ടുണ്ടല്ലോ. ഓരൊക്കെ ഒരുപാട് അടി കൊണ്ടോരാ അല്ലേ? നമുക്ക് ഒരുപാട് ചരിത്രം കിസ്സൊക്കെ ചിലപ്പോൾ പറയാണ്ടാവും. ഞമ്മക്ക് തന്നെ നമ്മളെ പറ്റി പറയാണ്ടാവും. അന്ന് ഇവിടെ എന്താ, ഇവിടെ ഇർഷാദിലെ കഥ നിങ്ങൾക്ക് അറിയോ? അന്ന് ഇർഷാദ് ഇങ്ങനൊന്നല്ല. അന്ന് ഞങ്ങള് ഇതൊക്കെ കൊണ്ടെടുക്കാൻ കഷ്ടപ്പെട്ടത് എത്രയെന്നറിയോ? ആ കഷ്ടപ്പെട്ട ആളെന്നെ ചിലപ്പോൾ എത്തൂല. ഞാൻ പരപ്പനങ്ങാടി ഒട്ടുമ്മൽ ബീച്ചില് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ ഒരു പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോ ഒട്ടുമ്മൽ ബീച്ചിനെ സംബന്ധിച്ച് പിന്നെ അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് പൊതുവെ പഠിക്കണ ഒരു രീതിയിലുള്ളതുകൊണ്ട് ഇങ്ങനെ ആയപ്പോ തരാം. അവിടുത്തെ പഴയകാല മുജാഹിദുകളെ കുറിച്ചുള്ള ഒരു അനുഭവം ഞാൻ എവിടുന്നോ കേട്ടിട്ടുണ്ട്. 2, 3, 4 ദിവസം മത്സ്യം പിടിക്കാൻ വേണ്ടി തോണിയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ കടലിൽ പോകും. കടലിൽ നിന്ന് 2, 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കടപ്പുറത്ത് കാത്തുക്കുന്നുണ്ടാകും. ആരറിയോ? ആ നാട്ടിലെ ഖുബൂരികൾ, ഖുറാഫികൾ. എന്നിട്ട് ഈ അതുവരെ അത്രയും ദിവസം പിടിച്ച മൊത്തം മത്സ്യം ഇവര് നേരെ കടലിലേക്ക് തന്നെ തള്ളും. എന്റെ ആകെ പ്രശ്നമുള്ളൂ, ഇവര് തൗഹീദ് ഉൾക്കൊണ്ട മുവഹിദുകളാണെന്നുള്ളതേ പ്രശ്നമുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ കൂടിയും പ്രമാണങ്ങളുടെ കൂടിയും നിൽക്കണവരെന്നുള്ളത് മാത്രമേ ഇവർക്കുള്ള തകരാറുള്ളൂ. അപ്പൊ അത് കേട്ടപ്പോ ഒരു കാരണവല്ല ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട് മുന്നിൽ. കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, മോനെ എനക്കറിയോ, കുട്ടിയാ പറഞ്ഞത് അനുഭവിച്ച ആളാണ് ഞാനൊക്കെ. കുട്ടിയാ പറഞ്ഞത് അനുഭവിച്ച ആളാണ് ഞാനൊക്കെ. ഞങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ട് തോണി കമഴ്ത്തിയിട്ടിട്ട് അതിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ചരിത്രം ഞങ്ങൾക്കുണ്ട്. ഒരു പകല് മൊത്തം തോണിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ചരിത്രം ഞങ്ങൾക്കുണ്ട് എന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും ഞമ്മക്ക്. പക്ഷെ എനിക്ക് പറയാനുള്ള എന്താ നിങ്ങള്, അങ്ങനെയൊക്കെ ഉള്ള ആളും ഹിദായത്തിൽ മരിക്കുന്നൊരിക്കൽ നമ്മൾ വിചാരിക്കരുത്. അത് പടച്ചോൻ തരേണ്ട ഒരു മഹാസംഭവമാണ്. എനിക്ക് എല്ലാ ജൂൺ മാസവും വരുമ്പോ സാധാരണ ഓർമ്മ വരലുണ്ട് എന്റെ അയൽവാസിനെ. ഇങ്ങനത്തെ ഒരു വിഷയം പ്രസന്റ് ചെയ്തപ്പോ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് ആ സംഗതി ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കേട്ട ആളുകൾ ഉണ്ടാകാം. ഒരു മെയ് മാസത്തില് മെയ് 25 ഒക്കെ ആയ സമയത്ത് രാവിലെ ഒരു 4:30-5 മണിക്ക് ഭയങ്കര, ഞങ്ങളെ വീടിന്റെ തൊട്ടു ബാക്കിലുള്ള പറമ്പൊന്ന് ഭയങ്കര കരച്ചില്. ഓടി ചെന്ന് നോക്കുമ്പോ എന്താ അറിയോ, ഞങ്ങൾ അറിയണ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു കയറിൽ ഇങ്ങനെ തൂങ്ങുന്നുണ്ട്, ആടിക്കളിക്കുന്നുണ്ട്. രാത്രി 2 മണിക്ക് മുമ്പ് ഒരു മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ കണ്ടിട്ടുണ്ട്. ഒരു നേരെ വന്നു, താൻ കിട്ടിയ
ആടിന്റെ കയറയച്ചു, ഒരു പറങ്കിമാവിന്റെ കൊമ്പിലിട്ടു, അവസാനിപ്പിച്ചു. കാരണം അന്വേഷിച്ചു. ബെഡിന്റെ താഴെ മുപ്പരുകാരിയുടെ രീതിയിൽ മുപ്പര് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പൈൽസ് രോഗിയാണ്, എനിക്ക് 2-3 പെൺകുട്ടികളാണ്, മക്കളൊക്കെ ഉണ്ട്, ഓരെ പോറ്റി വളർത്താൻ കഴിയൂല, ആരെങ്കിലും മുന്നിൽ കൈ നിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ നാട്ടുകാരെ ഏൽപ്പിക്കാണ്. അല്ലേ, ഞാൻ നാട്ടുകാരെ ഏൽപ്പിക്കാണ്. തീർന്നു. സ്കൂൾ തുറന്നാൽ കുട്ടിക്ക് ബാഗ് വേണം, പേന വേണം, ഒക്കെ വേണം. എന്റെ കയ്യിലൊരു പൈസയില്ല. ഇപ്പോൾ സ്കൂൾ തുറന്ന് പുതിയ ഉടുപ്പും ബാഗുമായി കുട്ടികൾ, സ്വന്തം മക്കൾ, അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ള സാമ്പത്തികാവസ്ഥ ഇല്ലാതിരുന്ന് പയക്കുണ്ടായ ഡിപ്രഷനാണ്. ഒരു മിനിറ്റിന്റെ ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇനി നമുക്ക് ശരിക്കും ചൊല്ലാം, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അത്രേ ഉള്ളൂ. വളരെ ഒരു നിസ്സാരമായൊരു സംഭവം, അല്ലേ, വളരെ നിസ്സാരമായൊരു സംഭവം. അയാള് ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന എല്ലാവരും കണ്ടാണ്. അടുത്ത ദിവസം സംഭവിക്കണം എന്താ അറിയോ, ആ വീട്ടിൽ നിന്ന് ആളനക്കൊന്നും ഇല്ലാതിരുന്നപ്പോ ആരോ പോയി പോലീസ് വന്ന് വാതിൽ ചവിട്ടി തുറന്നു നോക്കുമ്പോ ഭാര്യയെയും മക്കളെയും കൊന്ന് അയാൾ തൂങ്ങി മരിച്ചു. അയാളെ വീടിന്റെ കാർ പോർച്ചില് 1-ലധികം വാഹനങ്ങളുണ്ട്, അയാൾക്ക് വലിയ സംവിധാനങ്ങളുണ്ട്, തോട്ടമുണ്ട്, റബ്ബറൊക്കെ ഉണ്ട്. എന്താ പ്രശ്നം? ഒറ്റ പ്രശ്നമുള്ളൂ, അയാളെ ഭാര്യയുടെ ഫോണിലേക്ക് വന്നൊരു മിസ്ഡ് കോൾ. ആ മിസ്ഡ് കോൾ അയാൾക്ക് സംശയമായി, അവളെ പറ്റി സംശയമായി. ആ സംശയം മനസ്സിൽ വെച്ചു. ആ സംശയം കൊണ്ട് കുറെ കാലം നടന്നു. ആ സംശയങ്ങൾ ഉണ്ടല്ലോ, ഒരു സംശയം വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അതിന് അനുകൂലമായ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ യാത്രയിൽ പോകുമ്പോൾ ഓളൊന്ന് അങ്ങോട്ട് പോകുമ്പോ അത് അതിന്റെ ഭാഗമാണ്. അത്തരമൊരു പരീക്ഷണത്തിൽ നിന്ന് പടച്ചറപ്പ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കെട്ടിയ പെണ്ണിനെ, കെട്ടിയ ഭർത്താവിനെ സംശയിക്കാൻ വരണതേ സൂറത്തു ബഖറയിലെ 101-ാമത്തെ ആയത്ത്. ജിന്നും സിഹറും ഒക്കെ നമ്മുടെ നാട്ടിൽ വിവാദമായപ്പോ നമ്മളും പറഞ്ഞു, ഈ വിവാദം ആരാത് വലിച്ചോണ്ടുന്നത്, ആരാണോ വലിച്ചോണ്ടുന്നത് നമ്മൾ വേറെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇതിന്റെ മർമ്മങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതം ഇത്തരം വിഷയങ്ങളുമായി കൂട്ടിമുട്ടുന്നിടത്ത് ചില വിഷയം നമുക്ക് ശരിക്കും മനസ്സിലാവും. ആയത്ത് വേണ്ടി വരില്ല, ഹദീസ് വേണ്ടി വരില്ല, ഒന്നും വേണ്ടി വരില്ല. ഈ നിലക്കുള്ള തീവ്രമായ അനുഭവങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോ, അല്ലെ, അനുഭവങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മളെ എല്ലാ അഖലാനിയത്തും പാറി പറന്നു പോകും. എന്നിട്ടോ കയ്യിലെ കളിപ്പാട്ടം താഴെ വീണുടഞ്ഞപ്പോൾ ആ ചില്ലിന്റെ കളിപ്പാട്ടം നുള്ളിപ്പൊറുക്കി, ഉമ്മച്ചേ എന്റെ കളിപ്പാട്ടം പൊട്ടി ഉമ്മച്ചേ എന്ന് പറഞ്ഞ് കരയണ കുട്ടിയില്ലേ, ആ കുട്ടിയെപ്പോലെ പ്രായപൂർത്തിയായി നമ്മൾ കരയും. നമ്മളെ പെണ്ണുങ്ങൾക്ക് നമ്മളെ ഭയങ്കര സംശയം, തിരിയാനും അറിയാനും കോലല്ല. അങ്ങനെ ആ എന്താ കാട്ടുക? അവിടെയാണ് സൂറത്ത് ബഖറയിൽ ഖുർആൻ പറഞ്ഞ പിശാചിന്റെ കളി വരിക. അവിടെയാണ് പിശാചിന്റെ കളിനെ കുറിച്ച് മുപ്പര പറഞ്ഞ കാര്യമായിട്ടോ ഒന്ന് മനസ്സിലാകുക. നമുക്ക് മനസ്സിലായോ? ഞാൻ പറയണത് ഒരൊറ്റ മിസ്ഡ് കോൾ, ആ മിസ്ഡ് കോളാണ് അയാളെ ഹിദായത്തിനെ തകർത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോൻ ICUവിൽ കിടന്നപ്പോ നമ്മൾ ആത്മാർത്ഥമായി നടത്തിയ ദുആ അല്ലേ, ആ ദുആ പോലെ ജീവിതത്തിൽ എന്നും വരേണ്ടതാണിത്. ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിലും ഞാൻ പറയാണ്, എല്ലാവരെയും കൂടി ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്കിടയിൽ ഒരു ഇഷ്യൂസ് വന്നു, ഒരു വിവാദം വന്നു. ആ വിവാദത്തിൽ നമ്മളെല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ കൂടെ ജിന്നിനെയും മലക്കിനെയും കൂടി ഉണ്ട് അബൗദികാക്കി, അല്ലേ? ജിന്നിനെയും മലക്കിനെയും കൂടി അവിടെ അബൗദികാക്കിയപ്പോ എന്താ ഉണ്ടായത്? കുഞ്ഞീദ് മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി, അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, സൃഷ്ടികൾക്കാർക്കും അഭൗതികമായ കഴിവില്ല. നിങ്ങൾ ശരിക്ക് കാണാതെ പഠിച്ചോളി. അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, സൃഷ്ടികൾക്കാർക്കും അഭൗതികമായൊരു കഴിവില്ല. അതോടൊപ്പം PK മൂസ മൗലവി എഴുതി, KK മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയ KM മൗലവിയുടെ ജീവചരിത്രത്തിന്റെ ആമുഖത്തിൽ PK മൂസ മൗലവി എഴുതി, അഭൗതികമായ നിലക്ക് അഭൗതികമായ നിലക്ക് നമ്മളെ സഹായിക്കാനും രക്ഷിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ അള്ളാഹു അല്ലാതെ വേറെ ആർക്കെങ്കിലും കഴിയും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. ഞാൻ രണ്ടാമത് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലായി. ഒന്നേ അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് എഴുതി വെച്ചു, അഭൗതിക സൃഷ്ടികളുടെ കഴിവ് അഭൗതികമല്ല എന്ന് എഴുതി വെച്ചു, അല്ലെ? സൃഷ്ടികളുടെ കഴിവ് അഭൗതികമല്ല, സൃഷ്ടികൾക്ക് അഭൗതിക കഴിവ് വരൂല. എന്തേ? രാമൻ പോയിട്ട് കടയിൽ പോയിട്ട് പയർ വാങ്ങുന്നു, ആ ചോദ്യം അഭൗതികമല്ല, ഭൗതികമാണ്. ആ പയർ കൊണ്ടുവരുന്നു, രാമൻ കുഴിച്ചിടുന്നു, അതും അഭൗതികമല്ല, ഭൗതികമാണ്. എന്നാൽ കുഴിച്ചിട്ട പയർ മുളക്കൽ, ആ ശക്തി, അതാണ് അഭൗതിക ശക്തി എന്ന് പറയുന്നത്. അത് പഠിച്ചവനുള്ളൂ. മണ്ണിന്റെ അടിയിൽ വെള്ളമുണ്ട്, കിണർ പോയിക്കണ് കാണുന്നില്ല, അല്ലേ? എന്നാൽ കിണറിന്റെ അടിയിൽ എന്നും വെള്ളം കൊണ്ടുവരലുണ്ടല്ലോ.
മഴമേഘങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടില്ലേ, ആ കഴിവ് വേറെ ആർക്കില്ല. ആ ഭൗതികമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ആ കഴിവ് ജിന്നിനുണ്ടോ, ആ കഴിവ് മലക്കിനുണ്ടോ? ഇല്ലാന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആ നിലക്കുള്ള കഴിവ് അള്ളാഹു അല്ലാത്തവർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. നമ്മൾ പറഞ്ഞു ജിന്ന് ഉപദ്രവിക്കും. ജിന്നിനെയും മലക്കിനെയും കൂടി അഭൗതികമാക്കിയതോടുകൂടി എന്ത് ചെയ്തു? അഭൗതികമായ ഉപദ്രവം ജിന്നിൽ നിന്നും വന്നു എന്നായി. അപ്പൊ എന്തു സംഭവിച്ചു? വിശ്വാസരംഗത്ത് ശിർക്ക് വന്നു. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, തൗഹീദി പ്രസംഗ വേദിക്ക് കല്ല് വരുമ്പോ തടുക്കുന്ന ആളാണ്. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ എന്താ? ശിർക്കാണ്. തൊള്ളോണ്ടുള്ള ശിർക്ക്. യാ ശേഖ യാ മുഹീദ്ദീൻ എന്ന് ഇവിടുന്ന് ആരെങ്കിലും പറഞ്ഞാല് പോയി തിരുത്തി കൊടുക്കും. ജാറത്തിന് പോയവരും കിട്ടിയാലും തിരുത്തി കൊടുക്കും. മനസ്സിൽ കൊണ്ടിരുന്നാലോ? അതാണ് ഞാൻ പറഞ്ഞത്. വിവാദങ്ങൾ നമുക്ക് വരുന്ന നഷ്ടം പള്ളിയിൽ നോട്ടീസ് ഒട്ടിക്കാൻ പറ്റാതെയായി, അല്ലെങ്കിൽ എന്താ വാപ്പി മോനും തമ്മിൽ തെറ്റിയതൊന്നുമല്ല. ഏറ്റവും വലിയ നഷ്ടം എന്താ? നമുക്ക് നമ്മളെ ഹിദായത്തിലും തൗഹീദിലൊക്കെ നഷ്ടം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കണ റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്ക് നമ്മൾ ആത്മാർത്ഥമായ ദുആ ചെയ്യുക. ഇതൊന്നും എനിക്കുള്ള ദുആ അല്ല എന്ന് വിചാരിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചത് ചൊല്ലിയപ്പോ നമുക്ക് കേൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഈ ഒരു പോയിന്റ് വന്നപ്പോ എനിക്ക് മനസ്സിലായി ശരിക്ക്, അല്ലേ? എന്റെ അയൽവാസി കയറിൽ കെട്ടി തൂങ്ങിയത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, പടച്ചോനെ നാളെ എന്റെ സ്ഥിതി എന്തായിരിക്കും? വേറൊരു വിവാദം വന്ന പടച്ചോനെ അതിൽ എനിക്ക് ആ വിവാദത്തിലെ സത്യം മനസ്സിലായിട്ടില്ലെങ്കിൽ, അതുകൊണ്ടാണ് വരണം മരിക്കണിന് മുമ്പ് ഒരിക്കലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ആ നേർരേഖയിലൂടെ പോകാനുള്ള ഒന്നാമത്തെ വഴി പ്രാർത്ഥനയാണ്. 2, നിരന്തരമായ പരിശോധന. നിരന്തരമായ പരിശോധന. എന്താ നിരന്തരമായ പരിശോധന എന്ന് പറഞ്ഞാൽ? എനിക്ക് പയച്ചിട്ടുണ്ടോ, ഓന് പയച്ചിട്ടുണ്ടോ എന്നല്ല, അല്ലേ? പലിശനൊക്കെ സംബന്ധിച്ചുള്ള ഖുതുബ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ നമ്മൾ ആചാര്യക്കുള്ള ഖുതുബയിലും പക്ഷെ മൂപ്പര് വന്നില്ല. ഓന്റെ പിന്നെ മറ്റേ പാസ്ബുക്ക് ഓന്റെ പോക്കറ്റില്ല. അത് മൗലവി എന്താ, അത് കൃഷിക്ക് വേണ്ടിയെടുത്തൊരു ചെറുതല്ലേ? എന്നാ ചെറുതിനെ കുറിച്ച് റസൂൽ പറഞ്ഞത്. ഏറ്റവും ചെറിയ പലിശനെ കുറിച്ച്, പലിശയുടെ 70ാമത്തെ അംശത്തെ കുറിച്ച് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, നിന്റെ അമ്മയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ്. 1.5 കോടിന്റെ പലിശനെ പറ്റി അല്ല പറഞ്ഞത്. ടാറ്റ ബിർള കമ്പനി എടുത്ത പലിശനെ കുറിച്ച് അല്ല പറഞ്ഞ്, ഞാനും നിങ്ങൾ എടുക്കുന്ന പലിശനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, അല്ലെ? കനറാ ബാങ്ക് ഒന്നും SBT ഒക്കെ എടുത്തതിനെ കുറിച്ച് തന്നെ പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ പരിശോധിക്കണം. നിരന്തരമായ പരിശോധന വേണം. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു എന്നാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അങ്ങനെയായിരുന്നു. എന്താ? റഅയ്തു ബിളഅൻ വ30 മിൻ അസ്ഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി. ഒരു താബിഈ വര്യൻ പറയാണ്, ആരാ? അബൂ മുലൈക്ക എന്ന് പറയുന്ന താബിഈ വര്യൻ പറയാണ്, ഇബ്നു അബി മുലൈക്കയിൽ നിന്ന് ഉദ്ധരിക്കുന്ന വാചകം, റഅയ്തു ഞാൻ കണ്ടു, ബിളഅൻ വ30 30 ചില്ലാനം ആളുകളെ, മിന സ്വഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സ്വഹാബിമാരിൽ നിന്ന് 30 ചില്ലാനം ആളെ ഞാൻ കണ്ടു. എന്താ അവരുടെ പ്രത്യേകത? കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, മുനാഫിഖാകുന്നതിനെ സ്വയം പേടിക്കുന്ന 30 ചില്ലാനം സ്വഹാബികളെ ഞാൻ കണ്ടു. റളിയല്ലാഹു അൻഹും. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ് എന്ന് പടച്ചോൻ പറഞ്ഞ ആളുകളുടെ രീതിയാണിത്. അതിലേറെ ഗൗരവം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വരുന്നുണ്ട്. ആരാ ഹുദൈഫ റളിയല്ലാഹു അൻഹു? പ്രവാചകന്റെ രഹസ്യം സൂക്ഷിച്ച ആളാണ്. ഹുദൈഫനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, എന്താ ഹുദൈഫ, ലഖദ് സമ്മാനക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാഉൽ മുനാഫിഖീൻ ഹൽ സമ്മാനി ഫീ ദാലിക്? നിങ്ങൾക്ക് റസൂലുള്ള മുനാഫിഖീങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റ് തന്നിട്ടുണ്ട്. നേതൃത്വത്തിൽ ഒരു വരരുത് എന്നുള്ള നിലക്ക്, സൈന്യത്തിന്റെ, ഇസ്ലാമിന്റെ, ഭരണത്തിന്റെ, മതത്തിന്റെ നേതൃത്വത്തിൽ വരരുത് എന്നുള്ള നിലക്ക്. എന്റെ പേരെങ്ങാനും അതിലുണ്ടോ? ആരാ ചോദിക്കണേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് വിശ്വാസ രംഗത്ത് വരാൻ സാധ്യതയുള്ളത് 3 കാര്യങ്ങളാണ്. 1 ശിർക്ക്, 2 കുഫ്ർ, 3 നിഫാഖ്. പ്രവർത്തന രംഗത്ത് വരാൻ സാധ്യതയുള്ള 2-3 കാര്യങ്ങളുണ്ട്. അതെന്താ? 1 ബിദ്അത്ത്, 2 റിയാ, പുത്തനാചാരങ്ങൾ, അതേപോലെ ലോകമാല്യം പോലത്തെ കാര്യങ്ങൾ. സംസ്കാരത്തിലും സ്വഭാവത്തിലുമൊക്കെ വരാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഹസദ്, അസൂയ, കിബർ, അഹങ്കാരം. ഇങ്ങനെ ഹൃദയത്തെയും മനസ്സിനെയൊക്കെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. ഇതെനിക്കുണ്ടോന്ന് നിരന്തരം ജീവിതത്തിൽ ബോധ്യപ്പെടൽ ആവശ്യമാണ്. അതിനെന്ത് വേണം കാര്യങ്ങള്? അതിന് എന്നെ മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ കഴിയണം. ഓനോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഓൻ കേൾക്കുന്ന പ്രശ്നമല്ല. അപ്പൊ നിരന്തരം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണിത്.
അല്ലെ? ഇപ്പൊ മലപ്പുറത്ത് നമ്മൾ പ്രോഫ്കോൺ നടന്നപ്പോൾ ഒരു കുട്ടി പോണ പോക്കിൽ ഭയങ്കര കരഞ്ഞ് കൈ പിടിച്ചിട്ട് പറഞ്ഞ്, എന്നെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ശപിച്ചിരിക്കുന്നു, ആ ഉമ്മക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. എന്തിനെ? മോൻ കള്ളുശാപ്പ് പോയിന്നല്ല എന്നെ ആണോ? മോനെ ദീന് പഠിക്കാൻ വേണ്ടി 3 ദിവസം ദീന് പഠിക്കാൻ വേണ്ടി അവൻ മനസ്സിലാക്കിയ റൂട്ടിലും സത്യത്തിലും ഒക്കെ ഉള്ളൊരു സംഗതിക്ക് വേണ്ടി പോയതിന് അമ്മ വിളിച്ച് പറയണേ എന്ത്? നിന്നെ ഞാൻ ശപിച്ചിരിക്കുന്നു. അപ്പൊ മോനെ ഉമ്മാനോട് ഒരു കാര്യമില്ല, ഉമ്മാനോട് സംസാരിച്ചിട്ടൊരു കാര്യമില്ല, ഒന്നും കേൾക്കൂല. അങ്ങനെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളെ പറ്റി ഒരാൾ അങ്ങനെ അഭിപ്രായം പറയുന്ന അന്ന് നമ്മൾ നശിച്ചു സുഹൃത്തുക്കളെ. എനിക്ക് ഓർമ്മയുണ്ട്, കൊയിലാണ്ടിയിലെ MSMന്റെ ഒരു കൗൺസിൽ ഇർഷാദിൽ വെച്ച് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇർഷാദിൽ നമ്മുടെ ഒരു കൗൺസിൽ വിളിച്ചിരുന്നു. ഇർഷാദിന്റെ ചെറിയ ഓഡിറ്റോറിയത്തിൽ കൗൺസിൽ വിളിക്കാവുന്ന വലിപ്പേ അന്ന് MSMന് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ വളർന്നു, നമ്മൾ വികസിച്ചു. പടച്ചോൻ ഇനി നമ്മൾ ഉയർത്തട്ടെ. അപ്പൊ അന്ന് അവിടെ ഇങ്ങനെ ക്ലീനിങ് നടക്കുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ക്ലീനിങ് നടക്കുമ്പോ നമ്മുടെ ഹിദായത്തുണ്ട് ഇവിടെ കൊയിലാണ്ടിയിലുള്ള ഒരു ചെറിയൊരു സ്ലിപ്പ് എന്നെ കൊണ്ടുവന്ന്, അതിലെന്താ ഉള്ളവരോ ഹിദായത്തിന് ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല, സംസാരിക്കരുതെന്നാണ്. എന്നാൽ കൗൺസിലിന്റെ ചർച്ച ഇങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോ അടുത്തിരിക്കുന്ന സീറ്റിലുള്ളവന് വേറൊരുത്തനെ എഴുതി കൊടുത്താണ്, സംസാരിക്കരുത്, അവിടെ ചർച്ച നടക്കുന്നുണ്ട്. അതിനാണ് നസീഹത്ത് എന്ന് പറയാം. നമുക്ക് മനസ്സിലായോ? നസീഹത്ത് എന്ന് പറയുന്നത് ഞാന് വേറൊരാളെ കുറിച്ച് റോട്ടിൽ വെച്ചുകൊണ്ട് ഭയങ്കര ചർച്ച നടത്തുന്നല്ല, എനിക്കാരോടാണോ വിയോജിപ്പുള്ളതിന്റെ ചെവി ഏറ്റവും അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ടേ നിങ്ങൾ ഇങ്ങനെ ചെയ്യണത് ശരിയല്ല എന്ന് പറയുന്നതാണ് നസീഹത്ത് എന്ന് പറയാം. നസീഹത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അയാളെ ചെവി നിങ്ങൾക്ക് എത്ര അടുത്ത് പിടിക്കാൻ പറ്റുമോ അത്ര അടുത്ത് പിടിച്ചിട്ട് പറയണതിനാണ് നസീഹത്ത് എന്ന് പറയാം. ആ നസീഹത്ത് നമ്മളുടെ ഇടയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഹിദായത്തിൽ നമ്മൾ നിലനിൽക്കാനുള്ള വേറൊരു വഴി. താടി വെക്കാത്ത ഒരാളുണ്ട്, താടി വെക്കാത്ത ഒരാളെ പിടിച്ചിട്ടുണ്ട് ഹറാസ് ചെയ്തിട്ട് ഓനുണ്ട് കൊന്നു കുഴിച്ചുമുടലല്ല, ഓനോട് നമ്മൾ പറയാം. ഇപ്പോ ഒരാൾ താടിനെ കുറിച്ച് നല്ല ചിലപ്പോ കുറച്ചൊരു നർമ്മൊക്കെ കലർത്തിയൊരു സംസാരമൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ താടില്ലാത്ത ഒരാളെ മനസ്സിൽ അത് ഇന്നെ പറ്റി പറഞ്ഞു തന്നെയാണ്. എന്നിട്ട് പിന്നെ ഒരു ഗവേഷണം ആരംഭിക്കണം, ആരെ കൂടെ മൗലവി വന്നേ? മൻസൂറിന്റെ കൂടെയാണ് വന്നേ. അപ്പൊ മൻസൂർ തന്നെയാണ് പറഞ്ഞെടുത്ത്, വേറെ ആരല്ലോ പറഞ്ഞെടുത്ത്. നമ്മളെന്താ ആലോചിക്കണ്ടേ? നേരെ തിരിച്ചാലോചിച്ച എളുപ്പമാണ്. പഠിച്ചോനെ മൂപ്പർ പറഞ്ഞ ശരിയാണല്ലോ, 24 ഹദീസുകൾ ഉണ്ടെന്നാണല്ലോ മൂപ്പർ പറഞ്ഞത്. ഇപ്പൊ 24 ഹദീസുകൾക്ക് വിരുദ്ധമായിട്ടാണല്ലോ ഞാൻ അത് കളയുന്നത്. മൻസൂർ പറഞ്ഞെടുത്താണെങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹു മൻസൂറിന് ദീർഘായുസ്സും ആഫിയത്തും ഇനി ഇങ്ങനത്തെ മനസ്സും കൊടുക്കട്ടെ എന്നാണ് സത്യത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? അപ്പൊ ഹിദായത്ത് നിലനിൽക്കാനുള്ള രണ്ടാമത്തെ വഴി ഞാൻ പറഞ്ഞത് നിരന്തരമായ പരിശോധന ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ആ പരിശോധന നടക്കണമെങ്കിൽ വേണ്ടതും ഹിദായത്ത് നിലനിൽക്കാൻ വേണ്ടതുമായ മൂന്നാമത്തെ കാര്യം പഠനമാണ്. പഠനം. ഇങ്ങനത്തെ ക്യാമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ സഫിൽ വന്നിരിക്കും. എന്തിന്? ഒന്നാമത്തെ സഫിൽ ഇങ്ങനെ ഇരുന്നിട്ട് ബാക്ക് ഇങ്ങനെ നോക്കുമ്പോ സംഭവം എന്തായാലും നമ്മൾ പിരിച്ച കൂട്ടണമെങ്കിലും നമ്മൾ ഭയങ്കര സദസ്സുണ്ട് കേട്ടോ. അതിനല്ല, നമുക്ക് സ്വാഭാവികമായ ഒരു ആനന്ദവും സന്തോഷമൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മള് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അള്ളാഹുവിന്റെ റസൂൽ അതാ ചെയ്ത്. മക്കാ വിജയം ഒക്കെ നിറഞ്ഞൊഴുകി, അതിർത്തികളും വരമ്പുകളും വിട്ട് ഇസ്ലാം പ്രചരിച്ചു. ഇസ്ലാം എന്ന വിശുദ്ധമായ മതം ഉസ്തൂലുകളിലേറി അജമികളുടെ മണ്ണിലേക്ക് എത്തി. സംഘമായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. കല്ലെറിഞ്ഞവർ, ആക്ഷേപിച്ചവർ, അധിക്ഷേപിച്ചവർ, കൊല വിളിച്ചവർ, അനുയായികളെ മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നവർ ഒക്കെ തലതാഴ്ത്തി നിൽക്കുന്നു. അവരെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു, അവർക്ക് പശ്ചാത്താപം വന്നിരിക്കുന്നു. അതുകൊണ്ട് നബിയെ അഹന്തയോടുകൂടെ സംസാരിച്ചോളൂ എന്നല്ല, ഫസബ്ബിഹ്, അങ്ങ് പ്രകീർത്തിക്കുക, അങ്ങ് കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുക എന്നാണ് പറഞ്ഞത്, അല്ലേ? നമ്മൾ ഒന്നാമത്തെ സഫിൽ വന്നിരിക്കണം. എന്തിനാ നിങ്ങൾ ഇരിക്കുമ്പോ പഠിച്ചോനെ എനിക്കൊക്കെ തലയിൽ കയറാനുള്ള ഒരു ഭാഗ്യം കൊണ്ടാ. പഠനം നടക്കണമെങ്കിൽ കേൾവി ഫലപ്രദമാകുക എന്നുള്ളത് ഇതിൽ ഭയങ്കര ഒരു കാര്യമാണ്. കേൾവി ഫലപ്രദമാകുക. കേൾക്കുന്നുണ്ട് എന്നിട്ടോ ഒന്നും സംഭവിക്കണില്ല, കേൾക്കുന്നുണ്ട് ഒന്നും സംഭവിക്കണില്ല. നമ്മളെ ഒട്ടിച്ച പോസ്റ്റർ കണ്ടു വന്നിരുന്ന പലർക്കും പലതും സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? ഇപ്പൊ നമ്മള് അള്ളാഹുവിന്റെ തോഫീഖ് കൊണ്ട് ഞാനൊക്കെ എങ്ങനെ പറഞ്ഞാലും നേരത്തെ പ്രൊഫ്കോൺ കൊള്ളും. അതിന് കുറെ കാരണമുണ്ട്. ഇപ്പോ പ്രൊഫ്കോൺ കഴിഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ വായക്കാടുള്ള നബീൽ എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, ഞാൻ 3 സുഹൃത്തുക്കൾ കൊണ്ടുവന്നിരുന്നു, 3 മൊത്തം കുടിയന്മാരാണ്. ഒരുത്തൻ തീരുമാനം പ്രഖ്യാപിച്ചു ഇനി ഞാൻ കുടിക്കൂലെന്ന്. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ അതിന്റെ ഓർഗനൈസേഷനെ വിളിച്ച് പറയാണ്. ഒന്ന്, ഓർക്കൊരു സമാധാനം, 2 നിങ്ങൾക്ക് പ്രാർത്ഥനയും കിട്ടും. അപ്പൊ അവൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ പറയണം, എന്നാലും എനിക്ക് ഇനി അങ്ങനത്തെ ഒരു മനസ്സ് വരാതിരിക്കുള്ളൂ. ഇത് അവന്റെ റിക്വസ്റ്റ്. വേറെ 2 ആളുണ്ട്, ഓരോ കിട്ടും പറയണില്ല ആ വാക്ക്.
അവർ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ വാക്ക് പറഞ്ഞാൽ പിന്നെ വാക്ക് ലംഘിക്കും പേടിയാണ് അല്ലേ? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ നമ്മൾ ഒട്ടിച്ച പോസ്റ്റർ, നമ്മൾ കെട്ടിയ ബാനർ ഫലിച്ചു, ഒരു തിരുത്തി. എന്താ അതിന്റെ അർത്ഥം? അവരുടെ ജീവിതത്തിൽ ഉപദേശം ഫലപ്പെട്ടു. നമ്മക്കോ നമ്മൾ ഈ 5 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എന്താ തിരുത്തിയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച്. പുത്തും നമ്മൾ ഒരുപാട് കേട്ടല്ലോ, CD നമ്മൾ ഒരുപാട് കേട്ട്. ഞാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് പറയണേ, നമ്മൾ എന്താ തിരുത്തി? നമ്മളെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ നന്നായി ഖുത്ബയിൽ കേട്ട് അല്ലേ? അപ്പൊ പോയപ്പോ ആ സ്ത്രീ എന്ത് ചെയ്തു? ഒന്നുകൂടി ആ പർദ്ദയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു അല്ലേ? പക്ഷെ മോളെ ഡ്രസ്സ് ഇപ്പോഴും പ്രശ്നമാണ്. നരകത്തിലെ വിറക് കൊള്ളിയാണ്. നമ്മളെ മോളെടുത്തിട്ട് ഒരു അടുപ്പിക്ക് ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അവളിങ്ങനെ കത്തി ഇല്ലാതാകുന്നു അല്ലേ? അതിലേറെ തീഷ്ണമാണ് നരകത്തിന്റെ തീ. പക്ഷെ നമുക്ക് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. സുബഹിന്റെ ജമാഅത്തിന് വരാത്തവരുടെ വീടുകളിൽ പോയി ഞാൻ തീയിട്ട് കത്തി നശിപ്പിച്ചാലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് അങ്ങനെ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം എന്ന് വരെ പറഞ്ഞ ഹദീസ് നമ്മൾ എത്ര തവണ കേട്ടു. എന്നിട്ടും നമ്മുടെ പാർശ്വങ്ങൾ പൊങ്ങുന്നില്ല. എവിടുന്ന്? ആ വിരിയിൽ നിന്നിങ്ങോട്ട് പൊങ്ങുന്നില്ല. നമ്മള് എന്നിട്ട് എണീറ്റ് പള്ളിക്ക് എത്താൻ 3 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നത്. പള്ളിക്ക് എത്ര കിലോമീറ്റർ? 3 കിലോമീറ്റർ. ബൈക്കുണ്ട് വീട്ടിന്റെ മുറ്റത്ത് അല്ലേ? അല്ലെങ്കിൽ വേറെ പല കാര്യത്തിനും പോണ ആളാണ് മൂപ്പര്. പക്ഷേ നമ്മൾ എത്രത്തോളം തിരുത്തി എന്നത് ആലോചിക്കണം. അപ്പൊ ഈ പോണ പോക്കുന്ന് സുബഹിസ്കാരത്തിന്റെ കാര്യത്തിൽ ശൈത്താൻ നമ്മളെ വലിച്ചിട്ടിട്ടുണ്ട്. നഗ്നചിത്രങ്ങൾ കാണുന്ന കാര്യത്തിൽ ശൈത്താൻ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ നിരന്തരമായ പഠനമാണ് ഇതിന്റെ പരിഹാരം. പഠനം ഫലിക്കണമെങ്കിൽ കേൾവിയെ ഫലപ്രദമാക്കണം. ഈ കേൾക്കുന്നത് സ്വീകരിക്കാൻ പറ്റണം അല്ലേ? നാം പലപ്പോഴും ശൈത്താനായാലും കേൾവിയിൽ ഇടപെടുക ചെയ്യാം. കേൾവിന്റെ കാര്യത്തിൽ ഇടപെടും. ഹദീസ് എന്താ? ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പുതിയ ഹദീസ് വരുന്നുണ്ട്. എവിടുന്നപ്പത്? ഇത് അലവിമൂലം 25 കൊല്ലം ഖുത്ബ പറഞ്ഞ പള്ളിയാ കഴിഞ്ഞില്ലേ? പിന്നെ ആ ഹദീസ് ജീവിതത്തിലേക്ക് വരുമോ? നിങ്ങൾ പറയും. ആ ഹദീസ് പിന്നെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നമല്ല. ഒരു പുതുമുസ്ലിമായ ആള്, അയാൾ ആദ്യം കാലൊക്കെ ശരിക്ക് കഴുകി, ഒന്നെടുത്തപ്പോ ഓരോ വിരലിന്റെ ഇടി കൂടെ ഒക്കെ കൈയിട്ടിട്ടൊക്കെ കരിക്ക് കഴുകി, അങ്ങനെ തലൻ തടവി കഴിഞ്ഞതിന്റെ ശേഷം മൂപ്പര് പോവുകയാണ്. അപ്പൊ മൂപ്പര് പിന്നെ കാല് അവസാനം കഴുകണം. അപ്പൊ മൂപ്പര് പറയും കാലിപ്പോ അവസാനം കഴുകി. എന്തിനാ കാലാവസാനം? ഞാൻ ആദ്യം കഴുകിയിട്ടില്ലേ? ആദ്യം ഞാൻ കഴുകിയിട്ടില്ല. നിങ്ങൾ കഴുകണേ ഞാൻ കണ്ടു. മൂപ്പര് ഇങ്ങോട്ട് പറയണേ, ഇങ്ങോട്ട് ക്ലിപ്പിടണം. അതെന്താ? നിങ്ങൾ ഇങ്ങനെ ചവിട്ടി കൂട്ടാ ചെയ്ത് അല്ലേ? മണ്ണി ഒട്ടി കൂട്ടണ മാതിരി അങ്ങനെ ചെയ്യണ്ട് എന്ന് വെച്ചാൽ എന്താ? നിങ്ങള് അവിടെ ആ കേൾവി ഫലപ്രദമാകണില്ല. ഇതേപോലെയാണ് പല വിഷയത്തിൽ നമ്മൾ ചോദിക്കണത്. ഞാൻ എല്ലാ സദസ്സിലും എനിക്ക് ഇങ്ങനെ ഇടക്കൊക്കെ പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ കഴിഞ്ഞ 2-4-5 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ അനുഭവം പറയലുണ്ട്. എന്താ പറയുക? ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞേ, വീടിനെ പറ്റിയാണ് വിഷയം. വീട്ടിലെ ഈ ഷെൽഫിൽ നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല? രൂപങ്ങളോ ചിത്രങ്ങളോ ഒന്നും വെക്കാൻ പാടില്ല. വല്യപ്പാനോടുള്ള സ്നേഹം ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടല്ല പ്രകടിപ്പിക്കേണ്ടത്. അത് വെള്ളിയാഴ്ച അല്ലാത്ത സമയത്തൊക്കെ പള്ളിയിൽ പോകുമ്പോ ആ കുറ്റിക്കാടൊക്കെ ഒന്ന് വകഞ്ഞു മാറ്റി വല്യപ്പാന്റെ ഖബറിന് മുന്നിൽ പോയി നിന്ന് പഠിച്ചോനെ പുറത്തു കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോട്ടോ ഒരാൾ വെച്ചാൽ അവിടെ റഹ്മത്തിന്റെ മലക്ക് കയറൂല എന്ന് പറഞ്ഞപ്പോ സദസ്സെന്ന് ഒരാൾ എണ്ണീറ്റിട്ട് ഒരു ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിട്ട് അല്ലെ, ഇവര് എന്നെ ശരിക്കും പരിഹസിച്ച് ചിരിച്ചാണ്. പരിഹാസം പോണോ നേരെ റസൂദാന്റെ അടുത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടിയെ ICUവിൽ കൊണ്ടുപോയിട്ടാണ് വെച്ചാൽ പോരെ ഒരു ഫോട്ടോ. എന്നാ പിന്നെ ഒരാളും മരിക്കൂലല്ലോ, കാരണം മലക്കിന് കയറാൻ കഴിയൂലല്ലോ. ഞാന് അയാളോട് പറയേണ്ടത് എന്താണെന്നുള്ളത് ഭയങ്കര വ്യക്തമാണ്. പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞേ അവളെ നോക്കി നടക്കുമെന്ന് ഇരിക്കാൻ പറഞ്ഞേ. എന്താ ഹദീസിലുള്ളത്? റഹ്മത്തിന്റെ മലക്ക് കിടക്കൂലെന്നാണ്. ഇയാൾ ചക്രശ്വാസം വലിക്കുമ്പോ അവിടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലക്ക് വരില്ല, മലക്കുൽ മൗത്ത് വരില്ല എന്നല്ല. മലക്കുൽ മൗത്ത് വരും, കൂടെ വരേണ്ട റഹ്മത്തിന്റെ മലക്ക് പുറത്താണ് വെക്കുന്നതാണ് അല്ലേ? അപ്പോ നമ്മുടെ വിഷയങ്ങൾ കേൾക്കുമ്പോ, കാര്യങ്ങൾ കിട്ടുമ്പോ അത് പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഭയങ്കര നിർബന്ധമാണ്. ഏത് ഇഷ്യൂ വന്നാലും അത് പഠിക്കുക. എന്നാ പിന്നെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ലാബ് ടെസ്റ്റിൽ ഒരിക്കലും ഷുഗറും ഉണ്ടാവില്ല, പ്രഷറും ഉണ്ടാവില്ല, കൊളസ്ട്രോളും ഉണ്ടാവില്ല. പക്ഷെ മതപരമായ ചർച്ച വരുമ്പോൾ ഷുഗറും ഉണ്ടാകും, പ്രഷറും ഉണ്ടാകും, കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാവും. അവിടെ ഒച്ച ഉയർന്ന് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി, ആരാ പറഞ്ഞു, എവിടെ പറഞ്ഞു, ഓനെ പറയാൻ ആരാണ്? അതോടെ ശൈത്താൻ വിജയിച്ച് കേൾവി ഫലപ്രദമാവില്ല. ഇങ്ങനെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ്. മഗ്‌രിബിന്റെ അതിലേറെ എളുപ്പമുള്ളൊരു സാധനം പറയാം. നിസ്കാരത്തിൽ നമ്മൾ ചെല്ലുന്ന ഒരു പ്രാരംഭ പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ചെലവുകള്. പിന്നെ
നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളെ ചൊല്ലണം, പഠിക്കണം. അപ്പൊ ഞാൻ രണ്ടാമതൊരു പ്രാർത്ഥന വേണ്ടി പഠിക്കാൻ പറയുന്നത്. ഒന്ന്, റസൂലുള്ള ഈ പ്രാർത്ഥനയാണ് ഫർദ് നിസ്കാരങ്ങളിലൊക്കെ ചൊല്ലിയത്. സുന്നത്ത് നിസ്കാരങ്ങളിലാണ് വജ്ഹത്തു വജീഹിലില്ലദീ എന്നുള്ളത് ചൊല്ലിയത്. ഷേഖ് അൽബാനി റഹ്മത്തുള്ളാഹിയുടെ സിഫത്തു സ്വലാത്തു നബിയുടെ ആമുഖത്തിൽ അദ്ദേഹം ഒരുപാട് പ്രാരംഭ പ്രാർത്ഥന കൊണ്ടുവരുന്നുണ്ട്. അതിൽ രാത്രിയുള്ള ഒരു പ്രാരംഭ പ്രാർത്ഥന ഉണ്ട്, രാത്രി നിസ്കാരത്തിനുള്ള. അത് ഞാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞ് പോയിന്റ് വിശദീകരിച്ചെന്നപ്പോ പറയേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി. ഏതറിയോ ആ പ്രാർത്ഥന? അല്ലാഹുമ്മ റബ്ബ ജബ്രാഈല വ മീകാഈല ഫാത്തിറ السماوات والارض انت تحكم بين عبادك فيما كانوا فيه يختلفون فاهدني فيما اختلفت فيه من الحق انك تهدي من تشاء الى صراط مستقيم. ഭയങ്കരമായ ദുആണ്. അതതിന്റെ ആശയം ഉൾക്കൊണ്ടല്ലോ. നമ്മളെ കണ്ണും കാതും മനസ്സും മസ്തിഷ്കൊക്കെ അറിയാതെ അതിന്റെ അക്ഷരങ്ങളിലേക്ക് എത്തിയിട്ട് ഖാ എന്നുള്ളത് ഖാൻ എന്ന് ഉച്ചരിക്കും നമ്മൾ. എന്താ? അല്ലാഹുമ്മ റബ്ബ ജബ്രാഈൽ, ജിബ്രീലിന്റെ റബ്ബേ, മീകായിൽ, മീകായിലിന്റെ റബ്ബേ, ഫാത്തിറ സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവേ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളും അള്ളാഹുവിന്റെ ബാക്കി സംഗതികളൊക്കെ എടുത്തു പറഞ്ഞിട്ട് പറയാണ്, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അടിമകൾക്കിടയിൽ ഭിന്നിപ്പുള്ള വിഷയത്തിൽ തീരുമാനം പറയുന്നത് നീയാണ്. അതുകൊണ്ട് ഫഹ്ദിനി, നീ എന്നെ ഹിദായത്തിലാക്കണം. ലിമഖ്തുലിഫ്തു ഫീഹി മിനൽ ഹഖ്, ഞാൻ ഭിന്നതയിലായ വിഷയത്തിൽ എന്നെ നീ ഹിദായത്തിലാക്കണം. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീയാണ് ഭിന്നതയുള്ളവരിൽ ഏറ്റവും സത്യസന്ധമായ റൂട്ടിലേക്ക് അവരെ എത്തിക്കുന്നവൻ നീയാണെന്നുള്ള ദുആ അല്ലെ? അത് ഖിയാമുൽ ലൈലിൽ ചൊല്ലേണ്ടതാണ്, രാത്രി നിസ്കാരത്തിൽ ചൊല്ലേണ്ടതാണ്. ഇവിടെ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്തായ എന്നുള്ള ദുആ ഇങ്ങനെ ഒരു ഖുതുബക്ക് എന്നൊരു കുട്ടി ഇങ്ങനെ ചൊല്ലി നിസ്കരിച്ചാണ്. അപ്പുറത്ത് പള്ളിന്റെ പ്രസിഡന്റ് ഉണ്ട്, മുപ്പരും ഇങ്ങനെ കേൾക്കാണ് കുട്ടി ഇങ്ങനെ ചൊല്ലുന്നത്. അപ്പോ ഖുതുബക്ക് വിട്ട ആളെ വിളിച്ചിട്ട് പറഞ്ഞ്, അതെ ഇങ്ങളെ ഖുതുബക്ക് വിടുമ്പോ കുറച്ചൊക്കെ ഒരു അന്തമുള്ള കുട്ടികളെ വിടണം. ആ കുട്ടിയുടെ സുന്നത്ത് നിസ്കാരത്തില് മയ്യിത്ത് നിസ്കാരത്തിലെ ദുആ ചൊല്ലണേ. മയ്യിത്ത് നിസ്കാരത്തില് സമാനമായതുകൊണ്ടല്ലോ, ഏതാ മയ്യിത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ അല്ലെ? അതും ഇതൊക്കെ ഏകദേശത്തെ വാചകങ്ങളൊക്കെ എന്താണ് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു യോജിപ്പുണ്ട്. ഞാൻ പറയണത് ഇത് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഒരു ദുആ കാണുമ്പോഴത്തെ അതിനോടുള്ള പ്രതികരണമാണ്. അതാ കുട്ടിനോടൊന്നും ചോദിച്ചാൽ മതി. അതിപ്പോ മഗ്‌രിബ് വാങ്ക് കൊടുത്തതിന്റെ ശേഷം ചില പള്ളികളിലൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കും. ചില പള്ളികളിൽ ഇത് ഉണ്ടാവില്ല. സ്ഥിരം നിസ്കരിക്കുന്ന ഒരാള് ഇവരറിയാതെ കൈയിട്ടല്ലോ. അപ്പൊ ബാക്കിയുള്ളവർ ഇങ്ങനെ കണ്ണൊക്കെ വലുതാക്കിയിട്ടില്ലേ, എന്താ ഇത് പരിപാടി കണ്ടോ? ഇതന്നെയാണ് പ്രശ്നം. അതന്നെയാണ് പ്രശ്നം. എപ്പോ അറിയോ? ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് എന്താ പനിക്കൂടെ നിസ്കാരം അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സ്വരത്തിൽ അയാളെ വെച്ചുകൊണ്ടിട്ട് കുട്ടി നിസ്കരിക്കണുണ്ടല്ലോ, നിങ്ങള് അസർ നിസ്കാരം നിസ്കരിച്ചാണോ? എന്താ എന്റെ അല്ല ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ആള് ആ രീതിയിലാണെങ്കിൽ എന്താ ഹദീസ്, ഇത്രയും കാലം ഇല്ലാത്തൊരു ഹദീസ് ഉണ്ട് ഇപ്പോ. രണ്ടാമത്തെ പ്രതികരണം ഏതാ? ഏതാണ് ഹദീസ്? ആ ഹദീസ് നിങ്ങൾക്ക് അറിയോ? ഹദീസ് നിങ്ങൾക്ക് അറിയോ? ആ എനിക്കറിയാം. ഹദീസ് എങ്ങനെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സല്ലു ഖബലൽ മഗ്രിബ്, സല്ലു ഖബലൽ മഗ്രിബ്, സല്ലു ഖബലൽ മഗ്രിബ്. 3 വട്ടം മഗ്രിബിന്റെ മുമ്പ് നിങ്ങൾ നിസ്കരിക്കുക, മഗ്രിബിന്റെ മുമ്പ് നിങ്ങൾ നിസ്കരിക്കുക. എന്നിട്ട് പിന്നെ റസൂൽ നിർബന്ധാണ് എന്ന ആളുകൾക്ക് തോന്നാതിരിക്കാൻ മൻഷാ ലിമൻഷാ, ഉദ്ദേശിച്ചോ നിസ്കരിച്ചാൽ മതി. ഇങ്ങനെ ഹദീസ് ഉണ്ട്. ആ അങ്ങനെ ഹദീസ് ഉണ്ടല്ലേ, അങ്ങനെ പ്രതികരിക്കുക. അല്ലെങ്കിലോ അല്ലെ നേരെ തിരിച്ച് ഓരോ ഹദീസ് കൊണ്ടാണ് വരുങ്ങള്. ഇതിലേതോ ഒരു മുഅ്മിനിന്റെ പ്രതികരണം. ഇങ്ങനെയും കൂടി ചോദിക്കാം, കുട്ടി ആ ഹദീസ് ഒന്നും എഴുതി തരൂ, അല്ലെങ്കിൽ ഏത് കിതാബിലാതുള്ളത്? അപ്പോ അത് എനിക്കറിയില്ല, ഏത് കിതാബിലുള്ളതെന്ന് എനിക്കറിയില്ല. ആ കിതാബ് എന്ന് പറയാതെ വർദ്ധനം പറഞ്ഞില്ല, അങ്ങനെ ചോദിക്കാം. എന്നാ കുട്ടി അതൊന്ന് എനിക്ക് വീട്ടിൽ ചെന്നിട്ടൊന്ന് വിളിച്ച് പറഞ്ഞു തരുമോ? അങ്ങനെ ചോദിക്കാം. ഇതിലിപ്പോ നമ്മളത് ഏതാ? മുഅ്മിനീങ്ങളുടെ ഞാൻ പറഞ്ഞുതരാം. വൈദാ സമിഉ മാ ഉൻസില ഇല റസൂൽ, റസൂലിലേക്ക് ഒരു കാര്യം ഇറക്കപ്പെട്ടാൽ തറാ നബി അങ്ങേക്ക് കാണാം അഈനുഹും തഫീദു മിന ദംഇ, അവരുടെ കണ്ണുകൾ ചാലിട്ടൊഴുകുന്നത്. യഖൂലുന റബ്ബന ആമന്ന, എന്നിട്ട് അവർ പറയും പടച്ചോനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫക്തുബ്നാ മഅ ശാഹിദീൻ, ഞങ്ങളെ നിന്റെ നീരിന്റെ മാർഗത്തിൽ സാക്ഷിയായവരുടെ കൂടെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് അവർ പറയുകയും ചെയ്യും എന്നാണ് അല്ലേ? അതാണ് മുഅ്മിനീങ്ങളുടെ നിലപാട്. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹു റസൂൽ ഒരു വിധി പ്രഖ്യാപിച്ചാൽ പിന്നെ അവർക്ക് ഒരിക്കലും ആ വിധിയിൽ ഒരു സ്വതന്ത്രാഭിപ്രായം ഇല്ല എന്നുള്ളതാണ് മുഅ്മിന്റെ നിലപാട്. നമ്മുടെ നിലപാട് എന്താ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. അതുകൊണ്ട് പഠിക്കുക എന്നുള്ളത് നിരന്തരമായിട്ട് ഉണ്ടാകണം. അതെങ്ങനെയൊക്കെ നടക്കും? പഠനം.
അമാനിമൂലിന്റെ പരിഭാഷ വീട്ടിലുള്ളവര് അല്ലെ, ഞാൻ കുട്ടികളെ സദസ്സൊക്കെയാണ് ഞാൻ വെറുതെ അങ്ങനെ ചോദിക്കും, മുതിർന്നവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കണില്ല. അങ്ങനല്ല, ഞാനിപ്പോ ഇങ്ങനെ അങ്ങനെ ചെറുപ്പക്കാരെ നമ്മളിങ്ങനെ ആൾക്കാരെ കൊണ്ട് കൈ ഒന്തിക്കണ്ടെന്ന് നിർദ്ദേശിച്ചിട്ടാണ്. നിങ്ങളെ വീട്ടിൽ ആരൊക്കെ വീട്ടിലാ ഖുർആൻ പരിഭാഷ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെ കുട്ടികൾ കൈവെക്കും അല്ലെ. പിന്നെ ആ ഖുർആൻ പരിഭാഷ ഒരു 10 വട്ടെങ്കിലും എടുത്ത് തുറന്നു നോക്കിയവരോ ഒന്ന് കൈയൊന്തിച്ചെന്ന് പറഞ്ഞാല് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളോ അല്ലേ, നമ്മുടെ വീട്ടിൽ ഫാൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷ് ബേസിൻ ഉണ്ട്, മറ്റൊക്കെ ഉണ്ട്, ടൈൽസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അമാനിമോലിന്റെ 4 വോളിയം ഖുർആൻ പരിഭാഷ ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല, ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഷെൽഫിൽ ഭംഗിയായിട്ടുണ്ടാവും. അതിമെന്നാണ് മനസ്സിലാകാതെ ആള് പിന്നെ വഹാബിയാണ് അല്ലേ. സുഹൃത്തുക്കളെ, അയത്തൊരായത്ത് എന്നും എടുത്ത് ഓതിയാൽ മതി. എന്നും ഒരായത്ത്. എങ്ങനെ? ഉറങ്ങണീന്റെ തൊട്ട് മുമ്പ് ഭാര്യ മക്കൾ എല്ലാവരോടും കൂടിയിട്ട് ഒരായത്ത്, അതിന്റെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം, സംഗതി തീർന്നു, പ്രശ്നം അവസാനിച്ച്. അതിന് ബാധ്യതയുടെ ഒരു സ്റ്റെപ്പ് എടുത്തു. ഒരു CD നമുക്ക് കേൾക്കാം, ഒരു CD നിരന്തരം നമുക്ക് കേൾക്കാം അല്ലേ. ഇങ്ങനെ പഠനം എന്നതും വിജ്ഞാനവേദി, നമ്മുടെ നാട്ടിൽ വിജ്ഞാനവേദിയിൽ നമ്മൾ വിജ്ഞാനവേദി സംഘടിപ്പിക്കണം. കുട്ടികളെ CRE, ആ CRE നമ്മൾ ഇനീഷ്യേഷൻ എടുക്കണം. മോറൽ സ്കൂൾ, ഇപ്പൊ മോറൽ സ്കൂൾ തുടങ്ങേണ്ട സമയമാണ്. എന്താ സ്കൂൾ പിന്നെ പൂട്ടിന്റെ ശേഷം മിക്കവാറും പഴയ ചാടുള്ള തീരുമാനം എടുത്ത് നടക്കുകയായിരിക്കും. അല്ലെങ്കിൽ ക്രിക്കറ്റ് ബാറ്റൊക്കെ വാങ്ങിച്ച് സംഗതി ഏർപ്പാടാക്കി നിൽക്കുന്നുണ്ടാവും. നമ്മൾ അവനൊരു കമ്പ്യൂട്ടർ കോഴ്സിനോടെ കൊണ്ടേ ചേർക്കുകയും ചെയ്യും. കമ്പ്യൂട്ടർ ഇപ്പൊ കോഴ്സിന് ചേർത്തിട്ടാലും പഠിക്കുന്ന ഒരു സാധനമാണ്. ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും തിരുത്തിത്തരാം. കമ്പ്യൂട്ടർ കോഴ്സ് വരണ പണ്ട് വലിയൊരു സംഭവമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ബോർഡ് കാണിച്ചു തരോ കമ്പ്യൂട്ടർ പരിശീലനം ഇല്ല? എന്താ കാരണം? അങ്ങനെ ബോർഡ് പിന്നെ മാനക്കേടായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മോറൽ സ്കൂൾ ഇവിടെ ഉണ്ടാലുണ്ട്, ഇർഷാദിൽ ഉണ്ടാലുണ്ട്, നമ്മളെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അതില്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അതിന് സ്ഥലത്തിന്റെയും ബാക്കി കാര്യങ്ങളൊക്കെ പലയിടത്തും പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇടപെട്ട് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം. അവിടെ വ്യവസ്ഥാപിതമായ സിലബസ് ഇപ്രാവശ്യം 15 ദിവസം തുടർച്ചയായ സിലബസാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. 3 സെഷനുകളാണ് ഒരു ദിവസം ഉണ്ടാകുക. ഒന്നിലധികം ആളുകൾ ഒരു ദിവസം അറ്റൻഡ് ചെയ്യും. ഏറ്റവും നല്ല ആളുകളെ കിട്ടാൻ കുട്ടികൾ വെളിയും കാര്യങ്ങളൊക്കെ മൊത്തം ഫീൽഡിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൽ ഇടപെടണം. ഞാൻ സുദീർഘമായി പറയണില്ല, ഞാൻ അവസാനിപ്പിക്കണം. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, ആ റസൂലുള്ളാഹി പഠിപ്പിച്ച നേരായ റൂട്ട് പോകാനുള്ള ഒരു വഴി പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ വഴി ആത്മപരിശോധനയാണ്. മൂന്നാമത്തെ വഴി പഠനമാണ്. നാലാമത്തെ വഴി എന്താ അറിയോ? പ്രമാണങ്ങളോടുള്ള സമീപനം പുനഃക്രമീകരിക്കലാണ്. എന്താ പ്രമാണങ്ങളോടുള്ള സമീപനം പുനഃക്രമീകരിക്കുക പറഞ്ഞാൽ മലയാളത്തിലുള്ള നല്ലൊരു വാചകമാണ്. പക്ഷെ ആ വാചകം നുള്ളിപ്പൊളിച്ചിട്ട് നമ്മളെ അടുത്തേക്ക് തന്നെ തിരിച്ചു വെക്കേണ്ട ഒരു സംഭവമാണത്. എന്താ അറിയോ? ഹദീസ് കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ട മനസ്സെന്താണ്? ആയത്ത് കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ട മനസ്സ് എന്താണ്? ഹദീസ് കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ട മനസ്സ് എന്താ? അത് കുറെ വിവാദമുള്ള വിഷയമാണല്ലോ മൂപ്പര് പറയുന്നത് അല്ലേ. സ്ത്രീകൾക്കാണ് ചിലപ്പോൾ ഉണ്ടാകുക ഇങ്ങനത്തെ ക്ലാസ്സിലൊക്കെ. കുടുംബജീവിതമൊക്കെ പറയുമ്പോൾ ഭയങ്കര ആവേശത്ത് കേൾക്കും. എന്നാലോ മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയുള്ള കാര്യം വരുമ്പോഴോ? സുഹൃത്തുക്കളെ, ഭിന്നതയിൽ ഒരു ദീനുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഭിന്നതയിലെ ദീന് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സ്വർഗം ഉണ്ടാവില്ല. ബാക്കിയൊക്കെ റെഡിയാണ്. നമ്മൾ പഠിക്കാൻ, ആലോചിക്കാൻ, പരിശോധിക്കാൻ റെഡിയാണ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോൾ ശരിക്കും പരിശോധിച്ചിട്ടേ വാങ്ങുള്ളൂ. ഒരു കിലോ മത്തി വാങ്ങുമ്പോൾ നേരെ നോക്കിയിട്ടേ വാങ്ങുള്ളൂ. ദീന് സ്വീകരിക്കുമ്പോഴോ അത് നമ്മൾ ഇന്നയാൾ പറഞ്ഞതല്ലേ, മറ്റേ ആൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, പണ്ടൊക്കെ മണ്ട് എവിടെ അങ്ങനെയല്ലേ, കാരണവർ അങ്ങനെയല്ലേ പറഞ്ഞത്. ഇങ്ങനത്തെ കുറെ സാധനങ്ങളിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഓരോരുത്തരും തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ പലപ്പോഴും എടുക്കുക. അതുണ്ടാകരുത്. ഖുർആനും സുന്നത്തും ഒരുപാട് വ്യത്യാസങ്ങൾ ഖുർആനും സുന്നത്തും തമ്മിലുണ്ട്. ഖുർആൻ ഓതിയാൽ തന്നെ പുണ്യാണ്, ഹദീസ് കേവലം വായിച്ചാൽ പുണ്യല്ല. ഖുർആൻ അതിൽ ഓരോ അക്ഷരവും അള്ളാഹിന്റെ അടുത്തുനിന്ന് വന്നാണ്, ഹദീസ് ഓരോ അക്ഷരവും അള്ളാഹിന്റെ അടുത്തുനിന്ന് വന്നതല്ല. ഇങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ തുല്യ തെളിവാണ് നല്ലത്. ഹദീസിലൊരു കാര്യം കണ്ടാലും ഖുർആനിലൊരു കാര്യം കണ്ടാലും തുല്യാണ്. ഖുർആനിൽ കണ്ട ആയത്തിന്റെ അതേ സ്ഥാനം ഹദീസിനും കൊടുക്കണം. എന്തുകൊണ്ട് കൊടുക്കണം? അത് വഹയാണ്. അത് വഹയാന്നില്ലേ ഞാൻ 2-3 തെളിവ് വേഗം പറയണം. നിങ്ങളൊക്കെ മനസ്സിൽ സൂറത്തുൽ ഫാത്തിഹ കാണാതെ അറിയണ പോലെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ആയത്തും ഹദീസാണ് ഞാൻ പറയാൻ പോണത്. അതുകൊണ്ട് മൂന്നാമത്തെ ഒരു കാര്യം പറയാണ്, നമ്മൾ കാണാതെ പഠിക്കണ്ട്. ഒന്നെന്താ അറിയോ? ഖുർആൻ പറഞ്ഞു, ഫാൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. നബിയേ, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ തന്നത് നിങ്ങൾ ഈ ഖുർആനിനെ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. എന്റെ ചോദ്യം, വിശദീകരണം എവിടുന്ന് കിട്ടും? വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. അല്ലാഹുവിന്റെ റസൂൽ വഹയിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഒന്നും സംസാരിക്കൂല. ഇനിയോ
വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ സംസാരിക്കാത്ത റസൂൽ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ കാര്യത്തിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? സുമ്മ ഇന്ന അലൈന ബയാന, ഞാനാണ് ഖുർആൻ ഇറക്കിയത്, ഇനി ഞാനാണ് ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പൊ ആരാണ് ഖുർആനിനെ വ്യാഖ്യാനിക്കുക? അള്ളാഹുവാണ്. അള്ളാഹു പഠിപ്പിക്കുന്ന വ്യാഖ്യാനമേ റസൂൽ നൽകുന്നുള്ളൂ. ആ വ്യാഖ്യാനം നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെ കിട്ടും? കാന ജിബ്രീലു യൻസിലു അലൈഹി ബിസ്സുന്ന കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ. ജിബ്രീൽ ഖുർആനും കൊണ്ട് വന്നതുപോലെ തന്നെ ഹദീസും കൊണ്ട് വന്നിരുന്നു എന്ന് സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു. ഇനി ആ വന്ന വഹി, ഖുർആൻ അല്ലാതെ വന്ന വഹി എവിടെയുണ്ട്? അല ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, അതിന്റെ കൂടെ വേറൊന്നുണ്ട്. ആ വേറൊന്നാണ് ആ വഹി. ആ വേറൊന്നാകുന്ന വഹീന് ഖുർആന്റെ ഇതേ സ്ഥാനം എന്തുകൊണ്ട് കൊടുക്കണം? ഫഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഹറമ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം ഹറാമാക്കിയാൽ അല്ലാഹ് ഹറാമാക്കിയതുപോലെ തന്നെയാണ്. 2 ആയത്ത് 3 ഹദീസ്, വിഷയം തീരുമാനമായി. അത്രേ ഉള്ളൂ. അപ്പൊ ബുഖാരിയിലെ ഹദീസ്, മുസ്ലിമിലെ ഹദീസ്, അബൂദാവൂദിലെ ഹദീസ് ഇതൊക്കെ അങ്ങനെയാണ്. ഈ മാത്രമല്ല, അതിന്റെ പരമ്പരയുടെ വിഷയം വരുമ്പോ ശരിക്കും ഇങ്ങനത്തെ ക്യാമ്പിൽ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കേണ്ട ഒരു ടോപ്പിക്കാണത്. അള്ളാഹു നമുക്ക് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് തരട്ടെ. ഇത്രയും കാലം നമ്മൾ മത്തിനെ കുറിച്ചല്ലേ വർത്താനം പറഞ്ഞ്, ഇന്നമലാമാല് പിന്നിയാത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അതിന്റെ അപ്പുറത്തേക്ക് എടുക്കണം. അതിന്റെ അപ്പുറത്തേക്ക് എടുത്ത് വിഷയം തുടങ്ങിയണ്ടല്ലോ. നമ്മളൊക്കെ സദസ് പിരീഡിന് മുമ്പ് കരീം ബുഖാരിനെ പറ്റി നമ്മൾ പറഞ്ഞതും മുസ്ലിമിനെ പറ്റി പറഞ്ഞതും ഹദീസിനെ പറ്റി പറഞ്ഞതൊക്കെ തൗബ ചെയ്തിട്ടേ പോകുള്ളൂ. കാരണം എന്താ അറിയോ, എനിക്കിപ്പോ ഇവിടുന്ന് ഒരു ഇൻഫർമേഷൻ കോഴിക്കോട്ടേക്ക് എത്തിക്കണം. ഈ പ്രസംഗത്തിന്റെ ഇടയിൽ നടക്കും. ഒരു മെസ്സേജ് വിട്ടാൽ മതി. ഒരു ഡോക്യുമെന്റ് കൈമാറണമെങ്കിൽ മെയിൽ ചെയ്താൽ മതി. മെയിലില്ല, ഇന്റർനെറ്റിൽ ഒന്നുമില്ല, യാത്രാ സൗകര്യം പോലില്ല, യാത്ര ചെയ്യാൻ നമ്മളെപ്പോലത്തെ വഴി പോലില്ലാത്ത കാലത്ത് ലക്ഷക്കണക്കിന് റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് അത്ഭുതകരമായ പഠനത്തിലൂടെ ഒരു ലൈഫായ ഹദീസ് പോലും സ്വീകരിക്കേണ്ടതില്ലാത്ത വിധം ഹദീസ് വിധാന ശാസ്ത്രത്തിലെ അത്ഭുതം. 40 വയസ്സിന്റെ ഉള്ളിലുള്ള കാലം മാത്രമേ ഇമാം നവവി തങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ഏത് ഫന്നിലാണ് അദ്ദേഹം എഴുതാത്തത്? ഫിഖ്, ഉസൂലുൽ ഹദീസ്, ഹദീസ് ഏതിനാ എഴുതാത്തത്? എല്ലാറ്റിലും അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ട് അല്ലേ? എന്താ? സമയത്തിൽ പടച്ചോൻ ഇടപെട്ടതാണ്. സമയത്തിൽ കിട്ടിയ വിശാലതയാണത്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പ്രമാണങ്ങളോടുള്ള കാര്യം അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് മറ്റൊരു പോയിന്റ്, നമ്മൾ പഠിച്ച കാര്യം പകർത്തുക എന്നുള്ളത് വേറൊന്ന്. പഠിച്ച കാര്യം പകർത്തുക, ഹിദായത്ത് നിലനിൽക്കാനുള്ള വഴി. ഒരു കാര്യം കിട്ടിയോ അപ്പൊ അത് നടപ്പിലാക്കുക, ഉറപ്പുവരുത്തുക, നടപ്പിലാക്കുക, ഉറപ്പുവരുത്തുക, നടപ്പിലാക്കുക. അത് ഓർക്കാനും നടപ്പിലാക്കാനുമുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്യാം. എല്ലാ ദിവസവും ആയത്തുൽ കുർസി 10 തവണ ഓതണം. അങ്ങനെ ഓതുന്നവന് സ്വർഗത്തിൽ വീടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അല്ലേ? സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ ഓതുന്നവന് സ്വർഗത്തിൽ വീടുണ്ട്. ആയത്തുൽ കുർസി നിസ്കാരത്തിന്റെ ശേഷം എന്നും ഓതുന്നവന് സ്വർഗത്തിൽ വീടുണ്ട്. ഊട്ടിയിലേക്ക് പോകുമ്പോൾ റൂം ബുക്ക് ചെയ്തിട്ട് പോകുന്നു. സ്വർഗത്തിലേക്ക് പോകുമ്പോഴോ? സ്വർഗത്തിലേക്ക് പോകുമ്പോൾ റൂം ബുക്ക് ചെയ്യാനുള്ള പണിയാണ് ഈ പറഞ്ഞൊക്കെ. ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ പള്ളി ഉണ്ടാക്കി കൊടുക്കണമെന്ന് അവിടെ ഒരു വീടുണ്ട്. അപ്പോ എന്താ, പള്ളി കലശം വരുമ്പോ ബക്കറ്റിലേക്ക് ഇടുന്ന പൈസ അവിടേക്കുള്ള വീടിന്റെ പൈസയാണ്. അത് ഓർക്കാൻ ഉള്ള സംവിധാനം വ്യക്തിപരമായി ഓരോരുത്തരും ചെയ്ത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. എത്തിക്കുക എന്നുള്ളത് വലിയൊരു പണിയാണ്. അതിനെന്താണെന്ന് വെച്ചാൽ മനസ്സ് കുറച്ച് വിശാലാകണം. ഞാൻ എന്റെ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. നിങ്ങൾക്ക് അതിന് വേഗം നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറയാൻ. എനിക്കറിയാൻ എന്റെ റിലേറ്റീവ് ഇവർ ഇങ്ങനെ ഫോണുമ്മ കളിച്ചിരിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ അപ്പൊ ഇവര് പറഞ്ഞേ, അല്ല ഇതിങ്ങനെ ബ്ലൂടൂത്ത് അയക്കണം. ഇപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ കുറെ ആളുകൾ, മൂപ്പർക്ക് ഒരിക്കലും അറിയാത്ത കുറെ ആളുകൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. മൂപ്പരുടെ കയ്യിൽ കുറെ ചെറിയ ചെറിയ ക്ലിപ്സ് ഉണ്ട്. ആരിസ് സലീമിന്റെ രോഗവും രോഗിയും എന്ന് പറഞ്ഞ CD-യിലുള്ള 2 മിനിറ്റ് 3 മിനിറ്റാണൊക്കെ. മൂപ്പര് ഇതിങ്ങനെ വിടുകയാണ്. പക്ഷെ ചില ആളുകളൊരു ബ്ലൂടൂത്ത് വരുമ്പോണ്ട് റിസീവ് ചെയ്യണം. അപ്പൊ എനിക്ക് അയച്ചെന്ന് പറഞ്ഞാണ്. അപ്പൊ നോക്കുമ്പോ എന്താ അറിയോ, നോക്കുമ്പോ ഐസിയുവിന്റെ മുന്നിൽ നിൽക്കുന്ന രോഗിയോടുള്ള സംഭാഷണമാണ് അല്ലേ? അതൊരു ദൈവത്താണ് സുഹൃത്തുക്കളെ, അതൊരു ദൈവത്താണ് അല്ലേ? അയാൾ കേട്ട CD-കൾ എല്ലാവർക്കും കൊടുക്കും. സംഘടനാരംഗത്ത് ഇഷ്യൂസ് വന്നപ്പോ അയാൾക്ക് കത്ത് വന്നു. അയാളെ പിടിച്ച് പുറത്താക്കി കത്ത് വന്നു വന്നപ്പോ അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്നെ പിടിച്ച് പുറത്താക്കിയാൽ എനിക്ക് ബേജാറൊന്നുമില്ല, ബ്ലൂടൂത്തും CD ഉള്ളിടത്തോളം കാലം അല്ലേ? എന്റെ ദൈവത്ത് മുടക്കാൻ ഒരു ലെറ്റർ പേഡിനും ഒരു സീലിനും പറ്റൂല. അതൊരു മനസ്സാണ്. ആ മനസ്സ് നമുക്കും കിട്ടലേ ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. ആ നിലക്കുള്ള കാര്യങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്റെ അടുത്ത് ഇവിടെ കയറിയപ്പോ എന്റെ അടുത്ത് പറയാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറയണം, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ എല്ലാവരുടെയും ഒരു
ഇടപെടൽ കൊണ്ടും കാര്യം കൊണ്ടൊക്കെ നമ്മുടെ പ്രൊഫ്കോൺ ഭംഗിയായി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ഒരുപാട് കുട്ടികൾ കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് അതിൽ പങ്കെടുത്തു. ഒരുപാട് കുട്ടികൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്തു, വെളിച്ചം കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ കള്ളുടി കുടിക്കാൻ എന്റെ കള്ളുടി ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറയണ സാഹചര്യമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളൊരു വേദന പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുമില്ല, പ്രൊഫ്കോൺ ഒരിക്കലും നടക്കുകയില്ല എന്നും നടത്താൻ സമ്മതിക്കുകയില്ല എന്നും പ്രഖ്യാപിക്കുകയും എന്റെ പിന്നാലെ കൂടുകയും ചെയ്ത് നമ്മൾ ആൾക്കാർ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങനെയൊന്നും ചെയ്യൂല. പക്ഷേ SP ഓഫീസിൽ 4-5 ദിവസം തുടർച്ചയായി ഈറ്റിക്കാഫിരിക്കണ മാതിരിയാണ് നമ്മളെ പ്രമുഖരായ ആളുകൾ. ഓലെ പേരൊന്നും ഞങ്ങളോട് പറയണില്ല. കാരണം എന്താ അറിയോ, ഓർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിർത്തുമെന്ന് പഠിച്ചിട്ടാ. പ്രൊഫ്കോണിന് അറിയുന്നവർ ചിലപ്പോൾ നിർത്തും. അതുകൊണ്ട് പേര് ഞാൻ പറയണില്ല. പ്രമുഖരായ ആളുകൾ അതിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇത് മുടക്കാനുള്ള തീവ്രയത്ന പരിപാടി. വളരെ വേദന തോന്നി. മോറൽ സ്കൂളാണ് മുന്നിലുള്ളത്. ഇനി അടുത്തത് മോറൽ സ്കൂളുകൾ മുടക്കാനുള്ള പരിപാടിയാണ് അടുത്ത് തുടങ്ങാൻ പോണേ. അതുകൊണ്ട് ഇതൊരിക്കലും സുഹൃത്തുക്കളെ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം എല്ലാ നിയമങ്ങളുടെ നൂലാമാലകളെയും അതിജീവിച്ച് ശക്തമായി നമുക്ക് പ്രൊഫ്കോൺ ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞു. പ്രൊഫ്കോണിന്റെ 3 ദിവസങ്ങളിലും വിദ്യാർത്ഥികളെ കൊണ്ട് സമ്പന്നമായ സദസ്സുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു, നിങ്ങൾ എല്ലാവരോടും പങ്കെടുത്തിട്ടുണ്ട്. മുതിർന്നവരൊക്കെ, നമ്മളെ അത്ര ആള് പങ്കെടുത്തത് മുതിർന്നവരൊക്കെ പങ്കെടുത്തോണ്ടെന്നാണ്. നിങ്ങൾ ആരെങ്കിലും കുട്ടികൾ വിളിച്ചണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും റെസീതിട്ടുണ്ടെങ്കിലോ ഒക്കെ എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ആളുകൾ കണ്ടതും ആളുകൾ അറിഞ്ഞതും ആളുകൾ മനസ്സിലാക്കിയതുമാണ്. അതുകൊണ്ട് ഈ രംഗത്ത് ഇത്തരം കാര്യങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ശക്തമായി ഉജ്ജ്വലമായി മുന്നോട്ട് പോകാവുന്ന അന്തരീക്ഷം നമുക്ക് തീർച്ചയായും രൂപപ്പെട്ടിട്ടുണ്ട്. പ്രബോധന രംഗത്ത്, പ്രസ്ഥാന രംഗത്ത് വളരെ തെറ്റായ മെസ്സേജ് എന്താ? ഇപ്പോ വിചിന്തനം മാസികയിൽ ഞാനത് പറയുന്നത് ഒരു ദീനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്, ഒരു കക്ഷിത്വം നിലനിൽക്കല്ല അത് പറയണേ. തൊട്ടടുത്ത് മോറൽ സ്കൂൾ തുടങ്ങാൻ പോവാണ്. തെറ്റിദ്ധരിച്ച രക്ഷിതാക്കളുണ്ടെങ്കിൽ പറയാണ്, ഒരു കൂട്ടം ചെക്കന്മാര് MSMന്റെ ലേബലിൽ കുട്ടികളെ മന്ത്രവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ് ഔദ്യോഗികമായി നമ്മുടെ പത്രം എഴുതിയത്. തീവ്രവാദം എന്നുള്ള വേർഡില്ല, ആരും എന്ത് ചെയ്യണ്ട, അയിമ കൂടണ്ട. വേറെ ഒരാൾ പറഞ്ഞത് പിന്നെ എന്താ പറയാ, ഇവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസിന്റെയും പ്രൊഫഷണലുകളുടെയും കയ്യിൽ ഇസ്മിന്റെ പെട്ടി കൊടുക്കുന്ന പരിപാടിയാണ് മലപ്പുറത്തെ പ്രൊഫ്കോൺ. ഇസ്മിന്റെ പെട്ടി കൊടുക്കുന്ന പരിപാടിയാണ് മലപ്പുറത്തെ പ്രൊഫ്കോൺ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഈ മയ്യത്തും തട്ടിൽ എന്ന സാധനം പള്ളിന്റെ മുന്നിൽ കൊണ്ടുവരുമ്പോ, മിഹ്റാബിന്റെ മുന്നിൽ കൊണ്ടുവരുമ്പോ നമ്മൾ സാമ്പത്തികമായിട്ട് വല്ലുണ്ടെങ്കിൽ ഒക്കെ വിട്ടുകൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ വിട്ടുകൊടുക്കും. ഇത് ചിലപ്പോൾ വിട്ടുകൊടുത്തോളന്നില്ല. സുഹൃത്തുക്കളെ, എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചോരയും നീരും കൊടുത്ത് വളർത്തിയ നമ്മുടെ പത്രം എങ്ങനെ എഴുതുന്നത്? ഇസ്മിന്റെ പണിയിലേക്ക് ആരവിടെ കുട്ടികളെ കൊണ്ടുപോയത്? അതിന്റെ സീഡുണ്ട്, 34 DVD ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ കഴിയുമെങ്കിൽ വാങ്ങിക്കോളി, അതൊരു അസറ്റായിരിക്കും ഇൻഷാ അല്ലാഹ്. അതില് എത്ര മിനിറ്റ് പ്രൊഫ്കോണിൽ വിവാദം ഉണ്ടായിട്ട് പോലും ഈ വിവാദം ഡിസ്കസ് ചെയ്ത് നിങ്ങൾ നോക്കണം. എപ്പോഴാണ് ചർച്ചയ്ക്ക് വന്നത്? ഒരു കുട്ടി ചോദിച്ചപ്പോൾ മാത്രം ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട്. എന്നിട്ട് അതിന് വിചിന്തനം കൊടുത്ത ക്ലാരിഫിക്കേഷൻ എന്താ അറിയോ? 5 ആളുകൾ മറുപടി പറഞ്ഞ് വിയർത്തിട്ട് ഉത്തരായില്ല എന്നാണ്. ഇത് പറയുന്ന ആളെ അത് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അയാൾ ഇങ്ങനത്തെ ഒന്നും കേൾക്കലുള്ള അറിയലുള്ള അയാളിന് പറ്റൂല. ഒരു കാര്യം ഞാൻ തുറന്നു പറയാണ്, ആ ചോദ്യത്തിന്റെ ഉത്തരം റെക്കോർഡഡ് ആണല്ലോ, നിങ്ങൾ കേട്ടോളി. അത് കഴിഞ്ഞപ്പോ ഒരു കുട്ടി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു. എന്താ പറയുക മെസ്സേജ്? അൽഹംദുലില്ലാഹ്, എനിക്ക് എല്ലാ വിഷയവും ക്ലാരിഫൈഡ് ആയി. അസ്തഗ്ഫിറുല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. കാരണം ഞാൻ അത്രയും ദിവസം നടത്തിയ ശിർക്കാരോപണമാണ്. എന്റെ അടുത്തേക്ക് ശിർക്കാരോപണം ഞാൻ എന്തിലേക്ക് ശിർക്ക് വരും എന്ന് മനസ്സിലായപ്പോ ആ കുട്ടിക്കുണ്ടായ പ്രതികരണമാണത്. ഒരു മെഡിക്കൽ സ്റ്റുഡന്റിനുണ്ടായ പ്രതികരണമാണ്. 20-25 മിനിറ്റ് മാത്രമാണ് അവിടെ വിഷയം ഡിസ്കസ് ചെയ്തത്. എന്നാലോ തുടക്കം മുതൽ അവസാനം വരെ ഇത്തരം കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത ആളുകൾ, ബഹുമാനായ പ്രസിഡന്റ് അടക്കം MM അക്ബർ സാഹിബ് അടക്കം പ്രൊഫ്കോൺ നടത്താൻ സമ്മതിക്കുകയില്ല. എന്താണ് ഈ നടത്താൻ സമ്മതിക്കാറുണ്ട്? ഞങ്ങളെ ഹോസ്റ്റൽ വിസിറ്റ് ചെയ്തപ്പോ ഞങ്ങൾ കണ്ട കാഴ്ച ഉണ്ട്. ഒരു റൂമിലിരുന്നിട്ട് ഒരു ടീം വട്ടെടുന്ന് വെള്ളടിക്കുക. ഈ വിളിക്കാൻ പോയോ ലീവ് എടുത്തിട്ടാ പോയത്. ഓൻ അടുത്ത ദിവസം കൂടി ലീവായി. എന്താ കാരണം എന്നറിയോ? ഇപ്പൊ ഓനെ ക്ഷണിച്ചോല് വരൂല, അടുത്ത ദിവസം ഓലെ പോയി കണ്ടു. അങ്ങനെ കണ്ടോനെ ഇവിടെ എത്തിക്കാനുള്ള ചില പണികളുണ്ട്. കുറെ കാലമായിട്ട് നമ്മളിത് നടത്തണുണ്ട്. ഓന് വാപ്പിയും പേരെയും കുടുംബമൊക്കെ ഉള്ളതുകൊണ്ട് ഓനോട് എത്തും, നിർബന്ധം. ഓനോട് 3 ദിവസം പങ്കെടുക്കും. ഓൻ വന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. അത് മുടക്കാനാണ് നമ്മൾ ആൾക്കാർ SP ഓഫീസിൽ പോയിരുന്നത്. നിങ്ങൾ ആലോചിക്കും. എന്നിട്ട് ഔദ്യോഗികതയുടെ അതേപോലെ തന്നെ ലെറ്റർ പേഡിന്റെ ഒക്കെ കഥ പറഞ്ഞിട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ MSMന്റെ കുട്ടികൾക്ക് അറിയാം,
MSMന്റെ യോഗങ്ങളിലും ക്ലാസ്സുകളിലൊക്കെ ഇത്തരം വിഷയം എത്ര മിനിറ്റ് കഴിഞ്ഞ കാലത്ത് ചർച്ച ചെയ്തു നിങ്ങൾ ഓരോട് ചോദിച്ചാൽ മതി. ഇതിന്റെ എല്ലാ സൂക്ഷ്മതയും എല്ലാ തത്വവും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് മോറൽ സ്കൂൾ എന്നത് നിങ്ങൾ ഗൗരവത്തോടെ കാണണം. ഇവിടെ അതിനുള്ള ഒരു പ്രത്യേക ഫോം കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് കൂടി സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഞാൻ ഈ വിഷയങ്ങളെടുത്ത് സൂചിപ്പിച്ചത് എന്താ അറിയോ, ഇങ്ങനെ പ്രചാരണങ്ങൾക്ക് മുന്നിൽ തടഞ്ഞ് നമ്മുടെ കുട്ടികൾ മോറൽ സ്കൂളുകളിൽ വിടുന്നൊരു സാഹചര്യം ഇല്ലാതെ ഇരിക്കരുത് എന്നതുകൊണ്ടാണ് ഈ കാര്യം സൂചിപ്പിച്ചത്. അള്ളാഹു കാര്യങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖിനെ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹിദായത്ത് ഉൾക്കൊണ്ട് ജീവിച്ച് ഹിദായത്ത് ഉൾക്കൊണ്ട് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്.